കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മുന്നോട്ട് പോവാം. കുറച്ച് കുട്ടികൾ ഇതിനകത്ത് പുതിയ കുട്ടികളുണ്ട്. അപ്പൊ നമുക്കറിയാലോ, മറ്റു പുതുതായി ചേർന്ന കുട്ടികൾക്ക് അറിയാം വൈകുന്നേരങ്ങളിലൊക്കെ ക്ലാസ്സുകളുണ്ട്, ആദ്യം മുതലുള്ള ക്ലാസ്സുകളുണ്ട്. പുതുതായി വന്ന ആളുകൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് പർട്ടിക്കുലർ ടൈം ടേബിൾ വെച്ച് വൈകുന്നേരം 6 to 7:30 വരെ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സെന്ററിൽ നിന്ന് അതിന്റെ അറിയിപ്പുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പുതുതായി വന്ന കുട്ടികൾക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ കേട്ടിരിക്കാം കേട്ടോ, കേട്ടിരിക്കാം. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് കിട്ടും, ടെൻഷനൊന്നും വേണ്ട, റിലാക്സ് ചെയ്ത് കേട്ടിരിക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്വന്തം പേരിലുള്ള ID ആകുമ്പോൾ നമുക്ക് അറ്റൻഡൻസ് എടുക്കാനും അതുപോലെ നിങ്ങളെ വിളിക്കാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. നമുക്ക് 1-2 ചോദ്യം ചോദിച്ച് മുന്നോട്ട് പോവാം. അശ്വന്ത് റെഡി അല്ലേ മോനെ? അശ്വന്ത് യെസ് റെഡിയാണ്. അശ്വന്തിന് ഇപ്പോ സ്കൂളിൽ ഏത് ചാപ്റ്റർ എടുക്കണേ? സ്ട്രെയിറ്റ് ലൈൻ ആണോ, സീക്വൻസ് ആണോ, ലിമിറ്റ്സ്? സീക്വൻസ് എളുപ്പല്ല. AP ഒന്നും പഠിക്കാനില്ലല്ലോ. AP അല്ല GP എന്താ പാട്? GP നമുക്ക് എടുത്തരാട്ടാ, പരീക്ഷയ്ക്കും എടുത്തരാട്ടാ. നവംബറിലാണ് എക്സാം വരുന്നത്, 40 മാർക്കിന്റെ എക്സാം, വലിയ സീനൊന്നുമില്ല. ഓക്കെ, എടുത്തരാട്ടാ. GP എന്താണ് ബുദ്ധിമുട്ട്? ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ശരിയാക്കാം. ബുദ്ധിമുട്ടിന്റെ ആവശ്യമൊന്നുമില്ല, വളരെ എളുപ്പല്ലേ. വെറുതെ AN-ഉം SN-ഉം കാണാം, കുറച്ച് അതിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. 11 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും മോനെ പരീക്ഷയ്ക്ക്. ടേം 1-ല് നിങ്ങൾക്ക് സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, സീക്വൻസ് ആൻഡ് സീരീസ്, സ്ട്രേറ്റ് ലൈൻ, ലിമിറ്റ്സ് എന്ന് പറയുന്ന മാത്തമാറ്റിക്സിന്റെ ചാപ്റ്ററുകളാണ് നവംബർ നടക്കുന്ന ടേം 1-ന്റെ എക്സാമിനേഷന് ഉള്ളത്. MCQ പ്ലസ് കേസ് സ്റ്റഡി. MCQ ആണെങ്കിലും ഈ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പോലുള്ള നമുക്ക് മാത്തമാറ്റിക്സ് ആയാലും ഗസ് ചെയ്യാൻ പറ്റില്ല, ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാ ചാപ്റ്ററുകളും എളുപ്പം തന്നെയാണ്. ആദ്യം തന്നെ അങ്ങനെ മനസ്സിൽ കരുതണം. അപ്പൊ അശ്വന്തിന് മറുപടി നൽകാം. cos x plus cos y equal to dash. അശ്വന്ത് cos x into cos y minus cos x cos y, sin x sin y. എന്റെ ചോദ്യം, cos x plus cos y, this is the question. cos x plus cos y equal to dash. അശ്വന്ത് പറഞ്ഞു. അശ്വന്ത് cos x plus cos y. വീഡിയോ ഓൺ ആക്കിയപ്പോ cos x plus cos y അശ്വന്തിന് പറയാം. കിട്ടുന്നില്ല അശ്വന്ത്? ടൈം കൂടുതൽ എടുത്തു അശ്വന്ത്. cos y എപ്പോ ചോദിച്ചാലും അശ്വന്ത് പറയണം. ഇപ്പൊ തന്നെ എഴുതിക്കോ പോലെ ഈ ബോർഡിൽ കാണുന്ന അത്രയും തവണ എഴുതാം. 8:30-ക്ക് ശേഷം നമുക്കൊന്ന് മീറ്റ് ചെയ്യാം. ഓക്കെ അശ്വന്ത്? ഓക്കെ, ഇതാണ് നമ്പർ കേട്ടോ. അപ്പോ cos x മൈനസ് cos y പറയാനായിട്ട് ഒരാളിവിടെ റെഡിയാണ്. പവിത്ര KP. പവിത്ര cos x minus cos y. -2 sin x plus y by 2 sin x minus y by 2. cos x minus cos y equal to -2 sin x plus y by 2 sin x minus y by 2 എന്നാണ് പവിത്ര KP നൽകുന്ന ഉത്തരം. അഭിനവ് AM ഈ പവിത്ര KP പറഞ്ഞ ഉത്തരവുമായി മുന്നോട്ട് പോവാൻ തയ്യാറാണ്? ശരിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പവിത്ര KP ശരി ഉത്തരം. പൗർണമി പ്രദീപ്. പൗർണമി റെഡി അല്ലേ? പൗർണമി പിടിച്ചോ. ചോദ്യം ഇതാണ്, sin 2x ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 2x equal to 2 sin x cos x. Very good. നിഖിൽ രാജ്. യെസ് സർ. റെഡിയല്ലേ മോനെ? അതെ. cos x plus cos y. cos x plus cos y. cos x plus cos y is equal to cos x cos y minus sin x sin y.
ക്വസ്റ്റ്യൻ ശരിക്കും നോക്കിയ പോലെ ക്വസ്റ്റ്യൻ നോക്കി cos x plus cos y. Sir, 2 cos x plus y by 2 into cos x minus y by 2. ശരി ഉത്തരം. ഓക്കെ ഗുഡ്. മിനിഹ ഉണ്ടോ? മിനിഹ 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 രാജകൃഷ്ണ റെഡിയല്ലേ? രാജകൃഷ്ണ അല്ലേ? രാജകൃഷ്ണ ടി എ വസുദേവ് 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 റെഡിയല്ലേ മോനെ? യെസ് സർ. എന്നാ പിടിച്ചോ വസു. cos x plus y മോഡലിൽ കാണുന്നുണ്ട്. cos x plus y പറഞ്ഞോ. cos x cos y minus sin x sin y. Okay, very good. Aisha. Yes, sir. Aisha ready അല്ലേ? Yes, sir. Ready. Aisha എന്താ കഴിച്ചത് രാവിലെ തന്നെ? Apple. എത്രണ്ണം കഴിച്ചു? ഒരെണ്ണം കഴിച്ചു. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ഒരെണ്ണം കഴിച്ചു. അപ്പൊ മറ്റേ ബ്രെഡും തേനൊക്കെ കഴിക്കാറുണ്ടോ? അതങ്ങനെ കഴിക്കില്ല. ആപ്പിൾ ഇല്ലാത്തപ്പോ കഴിക്കാറുള്ളൂ. കഴിക്കാറില്ല. പുതിയ അറിവുകൾ, ഭക്ഷണത്തിന്റെ അറിവുകൾ പുതുതായിട്ട് കിട്ടും. അതുകൊണ്ട് ചോദിക്കുന്ന കേട്ടോ. എന്നാ പിടിച്ച പോലെ ആൻസർ പറഞ്ഞു. sin x plus sin x cos y plus cos x sin y. ഓക്കെ, ശരിയാണ്. മറ്റേ ഐഷ ഉണ്ട്, വേറൊരു ഐഷ കൂടി ഉണ്ട് ഇവിടെ. ഐഷ AS എന്ന് പറയുന്ന ഐഷ. മറ്റേ ഐഷ റെഡിയാണോ? യെസ്. ഐഷ എന്നാ പിടിച്ചോ, ചോദ്യം പിടിച്ചോ ഐഷ. ഐഷ പറഞ്ഞു tan x plus y എന്ന് പറഞ്ഞു. tan x plus y tan x plus y tan x plus y 1 minus tan x tan y. ഒന്നുകൂടി പറഞ്ഞു മോളെ. Tan x plus tan y by 1 minus tan x tan y. അവന്തിക സുമോത്. Yes, sir. ഈ ഐഷ AS tan x plus y എന്ന് പറഞ്ഞത് മോള് കേട്ടാർന്നോ? Yes, sir, കേട്ടു. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഓക്കെ ഐഷ, എക്സലന്റ്. ശരിയാണ് എന്നാണ് രണ്ടു കൂട്ടരും പറയുന്നത്. നമുക്ക് അതിന്റെ പേരില്ല, ശരിയാണ്. tan x minus y അപ്പോ പറയണം. ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതി. ആദിദേവ് ടി ജെ ആദിദേവ്. യെസ് സർ. കിടക്കുന്ന ബോർഡിലെ ക്വസ്റ്റ്യൻ പറഞ്ഞോളൂ. tan x minus tan y by 1 plus tan x tan y. ഓക്കെ, വെരി ഗുഡ്. അരുണിമ KK റെഡി? അരുണിമ KK. Yes, sir. യെസ്. പറ്റുന്ന കുട്ടികള്, വൈഫൈ ഒക്കെ ഉള്ള ആൾക്കാര് വീഡിയോ ഓണാക്കിയാൽ കാണാൻ നല്ല രസമായിരിക്കും. മറ്റവര് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. വൈഫൈ ഉണ്ട്, എനിക്ക് നെറ്റ് ഉണ്ട്, വീഡിയോ ഓണാക്കിയാലൊന്നും ഡാറ്റ തീരില്ല എന്നുള്ള കുട്ടികള് വീഡിയോ ഓണാക്കിയാല് നിങ്ങളെ കാണുമ്പോൾ മനസ്സിൽ വളരെ സന്തോഷം. രാവിലെ തന്നെ നിങ്ങളെ കാണാന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യം അല്ലേ? നമ്മള് കണ്ട് ക്ലാസ് എടുക്കുന്നതിന്റെ ഒരു സുഖമൊന്ന് വേറെ തന്നെയാണ്. അപ്പൊ നമുക്ക് അരുണിമ KKയിലേക്ക് മടങ്ങി വരാം. അരുണിമ KK പറയേണ്ട ആൻസർ പറഞ്ഞോളൂ മോളെ. cos x minus cos y. അത് ചോദിച്ചതാണ് ഞാൻ അല്ലെ? sin x plus sin y ലേക്ക് പോകും. അരുണിമ KK. sin x plus sin y. Sin x plus sin y equal to 2 sin x x minus y by 2 cos x minus y by 2. ഇതാണ് അരുണിമ KK പറയുന്ന ഉത്തരം. അരുണിമ KS ശരിയാണോ ഇത്? അരുണിമ KS Yes, sir. ശരിയാണ് എന്ന് പറയുന്നു.
രണ്ടുപേരുടെയും പേര് ഒന്നായിട്ടാണോ അങ്ങനെ പെട്ടെന്ന് തന്നെ ശരി എന്ന് പറഞ്ഞത്? അരുണിമ കേസ് അല്ല, കറക്റ്റ് ആണ്. sin x പ്ലസ് sin y എന്ന് പറയുന്ന ഉത്തരം അശ്വന്ത് ഒരിക്കൽ കൂടി ആൻസർ തരണം. sin x പ്ലസ് sin y പറഞ്ഞോളൂ അശ്വന്ത്. അശ്വന്ത്, ഈ രണ്ട് കുട്ടികളും പറഞ്ഞത് ശരിയാണോ? 2 sin x plus y by 2 cos x minus y. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം, പറഞ്ഞോ. തെറ്റിപ്പോയി. 2 sin x plus y by 2 cos x minus y by 2. ഓക്കെ. 3 പേര് പറഞ്ഞത് ശരിയാണ് കേട്ടോ. 3 പേര് പറഞ്ഞതും ശരിയാണ്. ഈ ചാപ്റ്ററിന്റെ ഒരു എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറയുന്നത് നിരവധി സ്റ്റാൻഡേർഡ് റിസൾട്ടുകളുമായിട്ടാണ് ഈ ചാപ്റ്റർ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോ ഈ ചാപ്റ്ററിന് യാതൊരുവിധ കുഴപ്പവുമില്ല. ചാപ്റ്ററൊക്കെ വളരെ ഈസി തന്നെയാണ്, വളരെ എളുപ്പമാണ് ഈ ചാപ്റ്റർ. പക്ഷെ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. അപ്ഡേറ്റ് ആവുന്ന പറഞ്ഞാൽ റിസൾട്ട്സുകൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം, പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ചോദ്യം എല്ലാ മാത്സ് ക്ലാസ്സിലും ചോദ്യം ഉണ്ടായിരിക്കും. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്തിട്ട് അതിന്റെ ഗ്യാപ്പുകളിൽ നമുക്ക് മറ്റു കുട്ടികളോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ തുടങ്ങാം. പ്രോബ്ലംസിലേക്ക് പ്രവേശിക്കാം. റെഡി ആയിക്കോളൂ, എല്ലാവരും റെഡി ആയിക്കോളൂ. പ്രോബ്ലത്തിലേക്ക് പ്രവേശിക്കാം കേട്ടോ. എഴുതിക്കോളൂ മക്കളെ, പ്രോബ്ലം എഴുതാം. ഈ റിസൾട്ടുകളെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണ്. തന്നെ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കണം. എഴുതിക്കൊള്ള മക്കളെ. പ്രൂവ് ദാറ്റ് cos സ്ക്വയർ 2x മൈനസ് cos സ്ക്വയർ 2x മൈനസ് cos സ്ക്വയർ 6x ഈക്വൽ ടു cos സ്ക്വയർ 2x മൈനസ് cos സ്ക്വയർ 6x ഈക്വൽ ടു sin 4x sin 8x sin 4x sin 8x sin 4x sin 8x എന്നുള്ള ചോദ്യമാണ്. പരീക്ഷയ്ക്ക് നിരവധി തവണ വന്നിട്ടുണ്ട്. ഇത് എക്സാമിനേഷന്, ഹയർ സെക്കൻഡറി എക്സാമിനേഷന് നിരവധി തവണ വന്നിട്ടുള്ള ചോദ്യം തന്നെയാണ്. അപ്പൊ നമുക്കിവിടെ LHSനെ എങ്ങനെ മാറ്റാം എന്ന് ചോദിക്കാം. ശ്രദ്ധിക്കാം നിങ്ങൾ. ആരിപ്പോ എഴുതണ്ട, ഞാൻ പറയുമ്പോൾ എഴുതിയാൽ മതി. LHS നമുക്കിപ്പോ ലഭ്യമായത് cos സ്ക്വയർ 2x മൈനസ് cos സ്ക്വയർ 6x എന്നാണ്. ഈക്വൽ അഭിനവ് AM ശരിയല്ലോ. ആദിദേവ് TJ. Yes, sir. Yes. What is the next step? ഈ സ്റ്റെപ്പിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താ എഴുതണ്ടേ ആദിദേവ്? Sir, cos പുറത്തേക്കാണോ? ഓ, ശരിക്കും നോക്കി, രണ്ട് കണ്ണുകൾ തുറന്ന് ശരിക്കും ഒന്ന് ചിന്തിച്ചേ. cos സ്ക്വയർ 2x മൈനസ് cos സ്ക്വയർ 6x ശരിക്കും ഒന്ന് നമ്മൾ ചിന്തിച്ചേ. cos x minus cos y ആ ഫോർമുല അങ്ങനെയാണ് കിട്ടുന്നത്. ഒന്നും കൂടി ആലോചിച്ചിരിക്കട്ടാ, ഒന്നും കൂടി ആലോചിച്ചിരുന്നോളൂ. കുഴപ്പമില്ല, നമ്മൾ വളരെ പതുക്കെ പോണുള്ളൂ കേട്ടോ. മോനെ ഒന്നുകൂടി ആലോചിച്ചോളൂ. ആരോൺ ആന്റണി, എനി ഐഡിയ? cos സ്ക്വയർ 2x മൈനസ് cos സ്ക്വയർ 6x. ആരോൺ ആന്റണി. അഭിനന്ദന. Yes, sir. Any idea, മോളെ? cos square 2x minus cos square 6x. Cos x minus. അറിയില്ല, സാറില്ല. അഭിനവ് ടി വി, അഫ്രീൻ, ആദിത്യൻ AS, അഗ്നിവേഷ്. ആദിത്യൻ AS. Any idea? cos 3x. Okay. Faris Nishad.
Nikhil Raj. Yes, sir. Any idea? ഇല്ല. ഒന്നും തോന്നുന്നില്ല. Aisha, any idea, Aisha? idea. Cos 2 plus minus cos മറ്റേ ഇക്വേഷൻ ഇല്ലേ a square minus b square is equal to a minus b a plus b. A minus ഒന്നുകൂടി പറഞ്ഞ a minus b. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ആയിഷയ്ക്ക്? a square minus b square to a minus b into a plus b എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ. ഓക്കെ, ശരി ഉത്തരം ആയിഷ. ശരി ഉത്തരം. ഓക്കെ, അപ്പൊ ആയിഷയ്ക്ക് ഒരു ചെറിയ കൈയടി കൊടുക്കാം. ആയിഷ വെരി ഗുഡ്. ഓക്കെ ആയിഷ, ആയിഷ പറഞ്ഞ ഉത്തരത്തോട് നമ്മൾ പൂർണ്ണമായും മുന്നോട്ട് കൊണ്ടുപോവാണ്. മറ്റു കുറച്ച് കുട്ടികൾക്കും കൂടിയും അതിനകത്ത് അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. എല്ലാവർക്കും ചോദിക്കാനുള്ള സമയം കുറവാണ്. അപ്പോൾ cos square 2x minus cos square 6x becomes a square minus b square. A square minus b square equal to a plus b into a minus b. പകുതി ഞാൻ ചെയ്യും, പകുതി നിങ്ങൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. cos square 2x minus cos square 6x a square minus b square a plus b. ശരിയാണ്, a plus b. cos 2x plus cos 6x into a minus b into a minus b. cos 2x minus cos 6x. ഇനി നമ്മൾ പഠിച്ച ഫോർമുലാസ് ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് cos x പ്ലസ് cos y യുടെ സ്റ്റാൻഡേർഡ് റിസൾട്ടിലേക്കും ഇത് cos x മൈനസ് cos y യുടെ സ്റ്റാൻഡേർഡ് റിസൾട്ടിലേക്കും നമ്മൾ കൊടുക്കാം. അപ്പോൾ എന്താണ് a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി? നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് cos x പ്ലസ് cos y യുടെയും ഇൻറ്റു cos x മൈനസ് cos y യുടെയും സ്റ്റാൻഡേർഡ് റിസൾട്ട്സിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അടുത്ത നടപടിക്രമം പൂർത്തിയാക്കണം. അപ്പോൾ റെഡി അല്ലേ? തന്നെ ചെയ്യാൻ പറ്റില്ല? ഇനി അടുത്ത സ്റ്റെപ്പുകൾ 2 സ്റ്റെപ്പുകൾ തന്നെ ചെയ്യാൻ പറ്റില്ലേ? എല്ലാവരും പറയാം. ഷറവ് ഓക്കെ അല്ലേ? അനുഗ്രഹ ഉഷാറാവ്. എല്ലാവരും ഒന്ന് തന്നെ ചെയ്ത് നോക്കി. നിഖിൽ രാജ് പിടുത്തം കിട്ടിയോ? നിഖിൽ രാജ്. യെസ് സർ. യെസ്, ഇത്ര ഉള്ളു കേസ്. വേഗം ആ രണ്ട് റിസൾട്ട് അവിടെ പടാന്ന് എഴുതുകയും മറ്റൊരു അറിവുണ്ടാവണം. കോസ് മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്നും സൈൻ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് എന്നുള്ള തിരിച്ചറിവും കൂടി നമ്മുടെ രണ്ട് റിസൾട്ടുകൾ ഉണ്ടാകണം. നിങ്ങൾ ആ റിസൾട്ടുകളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തോളൂ. ഒരു 2 മിനിറ്റ് എല്ലാവരും തന്നെ ചെയ്തോളൂ. അതിനിടയിൽ വീഡിയോ ഓണാക്കാൻ സാധ്യമാകുന്ന കുട്ടികൾ നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് കാണാമായിരുന്നു. ശ്രദ്ധിക്കാം. ഓക്കെ, നോക്കാം ശരി ഉത്തരമാണോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് മുന്നോട്ട് പോവാം. ശ്രദ്ധിക്കാം. cos 2x plus cos 6x പറയേണ്ട ആള് അവന്തിക സുമോത്. അവന്തിക. Yes, sir. പറഞ്ഞോ. 2 cos 2 plus 6 by 2 cos 2 minus 6 by 2. 2 cos x plus y by 2 x plus y. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ കൂട്ടാം. തുടക്കല്ലേ അല്ലേ? 2x plus 6x by 2 2 cos 2x plus 6x by 2 cos ഒറ്റടിക്കാൻ ചെയ്യേണ്ടതായിരുന്നു. പിന്നെ തുടക്കക്കാരെന്ന നിലയിൽ എഴുതുന്നതാണ് 2x minus 6x by 2 into പറഞ്ഞോളൂ അവന്തിക. Negative 2 sin minus 2 sin 2 plus 6 by 2 2x plus 6x by 2 2x 6x by 2 cos 2x minus 6x by 2. Okay, equal to നോക്കാം. 2 cos 2x plus 6x 8x by 2 4x 2 cos 4x cos 2 plus 6 8x by 2 4x 2x by 6x. സൈൻ അല്ലേ? കോസ് അല്ലല്ലോ, സൈൻ അല്ലേ? മനസ്സിലായില്ല? തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പില് അവസാനത്തെ സൈൻ അല്ലേ സാറ്? സൈൻ ആണ്. 2x plus 6x by 2
Sin 2x minus 6x by 2. Sin 2x minus 6x by 2. True cos 4x. 2x plus 6x 8x by 2. 4x ആണ്. Cos 2x minus 6x. 2x minus 6x. 2x minus 6x and the minus 4x. Minus 4x by 2 minus 2. Minus 2 sin 4x sin 2x minus 6x minus 4x by 2 minus 2x. Then your answer is 2 cos 4x. Cos minus theta, cos 2x. ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. Sin minus 2x എന്ന് പറഞ്ഞാൽ sin minus theta minus sin theta. Sin minus 2x becomes minus sin 2x. ആ മൈനസ് മൈനസ് പോസിറ്റീവ്. 2 sin 4x sin 2x. ഇനി ഗ്രൂപ്പ് ചെയ്യാൻ മക്കളെ. 2 sin 4x cos 4x ഒരു ഗ്രൂപ്പ്. 2 sin 4x cos 4x ഒരു ഗ്രൂപ്പ്. 2 sin 2x cos 2x മറ്റൊരു ഗ്രൂപ്പ്. നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ട് ഇവിടെ ഒന്ന് എഴുതാം. sin 2x എന്ന് പറയുന്നത് 2 sin x cos x ആണ്. നോക്കി ഇവിടെ 2 വന്നപ്പോ ഇവിടെ 1 ആണ്, ഇവിടെയും 1 ആണ്. അപ്പൊ ഇവിടെ 4ഉം ഇവിടെ 4ഉം വരാണെങ്കിൽ sin 8x എന്ന് പറയുന്നത് sin 8x into ഇവിടെ 2 ആണ്, ഇവിടെയും 2 ആണ്. 2 sin 2x cos 2x sin 4x എന്ന് പറയും. അപ്പോ sin 4x into sin 8x എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഈക്വൽ ടു RHS. നിങ്ങൾക്ക് എഴുതാം LHS ഈക്വൽ ടു RHS. hence the proof എന്ന് എഴുതാം. അപ്പൊ ഈ ഒരു ചോദ്യം വന്ന ഒത്തിരി കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുവാനായി സാധിച്ചു. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, LHS ഈക്വൽ ടു cos square 2x minus cos square 6x. A plus b into a minus b cos 2x plus cos 6x into cos 2x minus cos 6x. Apply standard result. Cos x plus cos y. 2 cos x plus y by 2. Cos x minus y by 2. Cos x minus cos y minus 2 sin x plus y by 2. Sin x minus y by 2. Then simplify. 2 cos 2x plus 6x 8x by 2. 4x. 2x minus 6x minus 4x by 2 cos minus 2x minus 2 sin 2x plus 6x by 2 minus 2 sin 4x sin 2x minus 6x by 2 sin minus 2x 2 cos 4x. This step is important. Cos minus x equal to cos x, standard result. Cos minus 2x equal to cos 2x. Here is negative. Sin minus 2x becomes sin 2x. Negative, negative. Sin minus 2x becomes minus sin 2x. Minus minus positive. Sin minus 2x becomes minus sin 2x. Minus sin 2x. Minus sin 2x എന്നാണ് കിട്ടുന്നത്. മൈനസും 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 എന്തായി പ്ലസ് ആവുന്നു. മക്കള് വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്ന ആൾക്കാർ വീഡിയോ ഓൺ ആക്കട്ടോ. അപ്പോ 2 sin 4x sin 2x എന്ന് കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഗ്രൂപ്പിംഗ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ 2 sin 4x cos 4x എന്ന് പറയുന്നത് sin 8x ആണ്. 2 sin 4x sin 2 sin 2x cos 2x എന്ന് പറയുന്നത് sin 4x ആണ്. your answer is sin 4x into sin 8x. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നു LHS equal to RHS, hence the proof എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? പറയാമോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? കൃഷ്ണ, കീർത്തന എല്ലാവരും ഇവിടെ ലാപ്ടോപ്പിലുണ്ട്, അതുകൊണ്ടാണ് നോക്കി പറയുന്നത്. പറഞ്ഞോളൂ, പറയൂ. രാജകൃഷ്ണ ടി ആർ. ഗ്രൂപ്പ് ചെയ്യണ ഭാഗം ഒന്നും കൂടെ പറഞ്ഞു തരുമോ? ഗ്രൂപ്പ് ചെയ്യണ ഭാഗം പറഞ്ഞു തരാലോ. ഗ്രൂപ്പ് ചെയ്യണ ഭാഗം എന്ന് പറയുന്നത്, ഇപ്പോ രാജകൃഷ്ണ ടി ആർ രാജകൃഷ്ണ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? 10 പഠിച്ചതാണോ? 10 പഠിച്ചത് എവിടെയാ? സെന്റ് ജോസഫ് HSS മതിലകം.
മതിലകം. രാജകൃഷ്ണ 10ാം ക്ലാസ്സിൽ +1 അവിടെ തന്നെയാണ് കരുതാം നമുക്ക് അവിടെ തന്നെയാണ്. രാജകൃഷ്ണ ഒരു നാഷണൽ ലെവൽ പ്രോഗ്രാമിലേക്ക് പോവാം. ഒരു മാത്തമാറ്റിക്സിന്റെ ശാസ്ത്രമേളയ്ക്ക് രാജകൃഷ്ണ ടിആറിനെ സെലക്ട് ചെയ്യും. കേരളത്തിൽ നിന്നും 2 വ്യക്തികളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. രാജകൃഷ്ണ ടിആറിനെയും അഭിനവ് AM-നെയുമാണ് ഡൽഹിയിൽ നടക്കുന്ന രാജ്യാന്തര ഗണിത ശാസ്ത്രമേളയിലേക്ക് സെലക്ട് ചെയ്തു. കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികളെ തെരഞ്ഞെടുത്തു. അപ്പൊ ഈ അഭിനവ് AM വേറെ സ്കൂളാണ് പഠിക്കുന്നതെങ്കിലും രാജകൃഷ്ണയ്ക്ക് ഈ അഭിനവ് AM-നെ ഇത്തരത്തിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഓഫ്ലൈൻ ഉണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളിലും പരിചിതമാണ് അല്ലെ രാജകൃഷ്ണ? ഈ ഇരിക്കുന്ന അഭിനവ് AM കണ്ട വീഡിയോ ഓണൊക്കെ ആക്കിയിട്ട് നല്ല മിടുക്കനായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ചെറുപുഞ്ചിരി മുഖത്ത് വരുന്നുണ്ട് അഭിനവ് AM-ന്റെ. അപ്പോ രാജകൃഷ്ണ അഭിനവ് AM-ന് പരിചയമുണ്ടല്ലോ. രാജകൃഷ്ണക്ക് ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ കുടുങ്ങും. ഉണ്ടല്ലോ, അറിയാം. അത് മതി. അപ്പൊ ഡൽഹിയിലെത്തി ബീഹാറിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. വളരെ പാവം പിടിച്ച് അഭിനവ് AM ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ രാജകൃഷ്ണ ഡൽഹിയിൽ എത്തുമ്പോൾ ഈ അഭിനവ് AM-നെ ഇവിടെ സംസാരിക്കുമോ ഇല്ലയോ? സംസാരിക്കും. അതായത് തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്, ബാംഗ്ലൂർ അല്ലെങ്കിൽ മറ്റു ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ ഒരാൾ വന്നിട്ടുണ്ട്. ഈ ആന്ധ്രാപ്രദേശുകാരന്റെ അടുത്ത് സംസാരിക്കുന്നതിലും കൂടുതൽ ഈ ഇദ്ദേഹത്തിനോട് സംസാരിക്കുമോ? അഭിനവ് AM-നോട് സംസാരിക്കുമോ? സംസാരിക്കും. അതെന്തുകൊണ്ടാണ് അവിടെ സംസാരം വന്ന്? ഗ്രൂപ്പിംഗ് ലൈക്ക് ടൈംസ്. 2 പേരും ഒരു സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കും അല്ലെ? 2 പേരും പരിചിതരാണ്. ഇനി അഭിനവ് AM ആവണമെന്നില്ല. ഏതെങ്കിലും കേരളത്തിൽ നിന്ന്, കാസർഗോഡിൽ നിന്നോ തിരുവനന്തപുരത്തു നിന്നോ ഏതെങ്കിലും തുമ്പിന് നമ്മൾ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കാണ്. എല്ലാവരും ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ തകർത്ത് പറയുമ്പോൾ അവിടെ നിന്ന് ഒരുത്തൻ മലയാളത്തിൽ ഫോൺ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് നടന്നു പൊക്കോളും. അതാണ് മനുഷ്യന്റെ ഒരു പ്രത്യേകത. അവനവന്റെ ആ ഒരു ലാംഗ്വേജ് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അത് പുറത്ത് പോയാലാണ് ആ ഫീല് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ഈ രാജകൃഷ്ണൻ ഇപ്പൊ ഈ ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഒക്കെ നിൽക്കുന്ന സമയത്ത് ഒരാളെ അങ്ങ് മലയാളത്തിൽ ഫോൺ ചെയ്യുമ്പോൾ ഭയങ്കര ആശ്വാസമാണ്, ഭയങ്കര എന്താ പറയാ ലഡ് പൊട്ടു എന്ന് പറയും മനസ്സിൽ. അതുപോലെ തന്നെയാണ് ഇവിടെ നോക്കിയാൽ ലെട്ടു. ഈ കോസ് 4x ആരെ അന്വേഷിക്കുക? പുള്ളിയുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടോ എന്ന് നോക്കും. കോസ് 4x ഇവിടെ 2 ചേർത്തു, 2 റിസൾട്ട് ആക്റ്റീവ് ആയിട്ട് 2 ചേർത്തു. കോസ് 4x നോക്കിയപ്പോൾ അതേ കിടക്കുന്ന സൈൻ 4x. ഇതെല്ലാം ഇൻറ്റു ആണ്. അപ്പൊ കോസ് 4x സൈൻ 4x-നോട് പറയും നമുക്ക് ഒന്നിച്ച് നിൽക്കാം. കാരണം അവർ ഒന്നിച്ച് നിൽക്കും, കാരണം അവരുടെ 4x ആണ്. അപ്പൊ ഇതിന്റെ ബ്രാക്കറ്റിന് 2 സൈൻ 4x കോസ് 4x. അപ്പൊ സൈൻ 2x പറയും എനിക്കും ആൾക്കാരുണ്ട്, അയാളും ഗ്രൂപ്പിന് വിളിക്കും 2 സൈൻ 2x. അയാളും ആരെ വിളിക്കും? പടവോ കോസ് 2x വരാൻ പറയും. ഇത്രേ ഉള്ളൂ അന്നത്തെ റിസൾട്ട് ആക്റ്റീവ്. ക്ലിയർ ആണോ രാജകൃഷ്ണ? സർ അല്ല സർ, അതല്ല. ഇതിന്റെ സൈൻ 8x എങ്ങനെയാണ്? അതാണ് ബോർഡിന്റെ സൈഡിൽ കിടക്കുന്ന മറ്റൊരു ഭാഗം നോക്കൂ. ബോർഡിന്റെ സൈഡിൽ കിടക്കുന്ന മറ്റൊരാളെ നോക്കൂ. സൈൻ 2x 2 സൈൻ x കോസ് x. ഇവിടെ 2 വന്നപ്പോൾ ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. സ്വാഭാവികമായിട്ടും ഇവിടെ 4 വരാണെങ്കിൽ എന്താ വരിക? ഇവിടെ 1 വന്നപ്പോൾ 2 ആണ്. ഇവിടെ 4 വരുമ്പോ എന്താ വരിക? 8x അല്ലേ വരിക? ഓക്കെ, മനസ്സിലായി സർ. ഇവിടെ 2 വരുമ്പോ എന്താ? സൈൻ 4x. ലാസ്റ്റ് 2 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ചെയ്യുകയും അതോടൊപ്പം തന്നെ റിസൾട്ട് ആക്റ്റീവ് ആക്കുകയും ചെയ്യുന്ന പ്രോസസ്. ക്ലിയർ? യെസ് സർ. യെസ്. എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാ കുട്ടികളും ഓക്കെ അല്ലേ? ജിസ്മി വന്നിട്ടില്ലേ? ജിസ്മി ജിസ്മി വീഡിയോ ഒന്നും ഓൺ ആക്കുന്നില്ല. പണ്ട് എപ്പോഴും ജിസ്മി വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ ചിരിച്ചിരിക്കായിരുന്നു. ഇപ്പൊ എന്താ പ്രശ്നം ജിസ്മി വീഡിയോ ഓൺ ആക്കാത്തെ? ഇന്നിവിടെ മഴയുണ്ട്, അതുകൊണ്ട് ചിലപ്പോ ഇനി ക്ലാസ്സിലേക്ക് കിട്ടില്ല, ചിലപ്പോ നെറ്റ്. എന്നാലും ജിസ്മി ഒന്ന് ഓൺ ആക്കിയിട്ട് ദേ പോയി ഇതാ വന്നു ആയിക്കോട്ടെ, ഒന്ന് കാണട്ടെ ജിസ്മിനെ. ഓഫ് ചെയ്തോളൂ, വീഡിയോ ഒന്ന് ഓൺ ആക്കിയിട്ട് ഓഫ് ചെയ്യും. ഓക്കെ, സന്തോഷം. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അനുലക്ഷ്മി മണികണ്ഠൻ ഓക്കെ അല്ലേ? യെസ് സർ, ഓക്കെ ആണ്. ഓക്കെ. ഭദ്ര PV, ഐഷ, രാജകൃഷ്ണ,
അനുഗ്രഹ സഞ്ജയ് പവിത്ര KP അൽഫിദ ചിന്മയി ക്ലാസിന്റെ തുടക്കം മുതൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് ആയി വൈകി. എന്നാ ഒരു 5 മിനിറ്റ് വൈകി. അതാണ് എനിക്ക് നല്ല നിശ്ചയം ഉണ്ട് കേട്ടോ ഈ പേരുകളൊക്കെ. ഞാൻ ചോദിച്ചേ അറ്റൻഡൻസിന്റെ എടുക്കുന്ന സമയത്ത് ചിന്മയി ഉണ്ടായിരുന്നില്ല. എന്താ പറ്റിയ മോളെ? 5 മിനിറ്റ് എവിടെ പോയി? അത് വൈകിപ്പോയി. അടുത്ത ക്വസ്റ്റ്യൻ എന്റെ സഹായമില്ലാതെ വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ചെയ്തോളൂ കേട്ടോ. prove that പിടിച്ചോട്ടോ. prove that sin square 6x minus sin square 4x. ഇത് വേറെ മെത്തേഡിലൂടെ ആൾക്കാർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. sin 2x sin 10x sin 2x sin 10x ഉറപ്പിച്ചോ. വേഗം ഉഷാറായിട്ട് ചെയ്തോ. പടപടാന്ന് ചെയ്തോ കേട്ടോ. എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ? പുതിയതായി ജോയിൻ ചെയ്ത ആളുകൾക്ക് മാത്രമേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുള്ളൂ. ബാക്കി കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അവർക്കും എത്താൻ പറ്റൂട്ടോ. റിസൾട്ട് അവരുടെ കൈവശമില്ല, അതുകൊണ്ടാണ്. റിസൾട്ട് കയ്യിലുണ്ടെങ്കിൽ അവരും ചെയ്യുമായിരുന്നു. അപ്പൊ അവരൊന്ന് റിലാക്സ് ചെയ്ത് ക്ലാസ് കേട്ടിരുന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അവർക്കൊക്കെ എടുത്തു തരുന്നതാണ്. വേഗം ചെയ്തോട്ടെ. വേഗം ആയിക്കോട്ടെ. ശല്യപ്പെടുത്തുന്നില്ല ഞാൻ. വേഗം ആയിക്കോട്ടെ. ശ്രദ്ധിക്കാട്ടോ. ചെയ്തിട്ടുണ്ടാവും. ശ്രദ്ധിക്കാം. LHS equal to sin square 6x minus sin square 4x sin 6x plus sin 4x sin 6x plus sin 4x sin 6x minus sin 4x. ഞാൻ എല്ലാ സ്റ്റെപ്പ് ഇട്ടോളാം, കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് എല്ലാ സ്റ്റെപ്പ് ഇടണമെന്നൊന്നുമില്ല. sin x plus sin y 2 sin x plus y by 2 6x plus 4x by 2 2 sin 6x plus 4x by 2 cos 6x minus 4x by 2 sin x minus sin y 2 cos x plus y by 2 cos 6x plus 4x by 2 to cos x plus y by 2 sin x minus y by sin 6x minus 4x by 2. Then your answer is 2 sin 6x plus 4x 10x by 2 sin 5x cos 6x minus 4x 6 minus 4 2x by 2 cos x. Then 2 cos 10x by 2 5x sin x. നേരത്തെ പോലെ ഗ്രൂപ്പിംഗ്. അവിടെ 2 ഉണ്ട്. sin 5x അയാളുടെ പോലെയുള്ള ആളെ വിളിക്കും. cos 5x ഗ്രൂപ്പിംഗ്. വീണ്ടും sin 5x cos x 2 sin 5x cos 5x cos 5x 2 sin x അവിടെ cos x 2 sin x cos x. റിസൾട്ട് ആക്റ്റീവ് ആക്കാം. 2 sin 5x cos 5x ഇവിടെ 5 ഇവിടെ 5 2 sin x cos x sin 2x sin 10x 2 sin x cos x sin 2x. Then your answer is sin 2x into sin 10x equal to RHS. LHS equal to RHS, hence the proof. LHS equal to RHS, hence the proof. Clear അല്ലേ മക്കളെ? എല്ലാവരും മറുപടി പറയണേ. ക്ലിയർ അല്ലേ? Yes, sir. Yes, sir. Yes, sir. Yes, sir. കൂടി പേർക്ക് പറയാലോ. കുറച്ചും കൂടി പേര് ഉഷാറാണ്. Yes, Yes, sir. yes. Okay, good.
ഓക്കെ, എഴുതിയെടുത്തോളൂ കേട്ടോ. വസുദേവ് മറുപടി പറഞ്ഞില്ലല്ലോ, കേട്ടില്ലല്ലോ. വിഷ്ണു, വൃന്ദ, പൗർണമി, എന്താണ് നിങ്ങളൊക്കെ മറുപടി പറയാതിരിക്കുന്നത്? ആ, ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ തയ്യാറല്ലേ? റെഡി അല്ലേ? Yes, sir. Yes. ആരോൺ ആന്റണി എഴുതി കഴിഞ്ഞോ? ആരോൺ എഴുതി കഴിഞ്ഞോ? ഗുഡ്. പിടിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. Prove that sin n plus 1 into x. Sin n plus 1 into x. Sin n plus 2 into x. Sin n plus 2 into x plus cos n plus 1 into x. Cos n plus 2 into x equal to cos x. Sin n plus 1 into x, sin n plus 2 into x plus cos n plus 1 into x into cos n plus 2 into x equal to cos x എന്നാണ് പ്രോബ്ലം വരുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ട്രൈ. മാത്സ് ക്ലാസ് ആയിരുന്നു ട്രൈ ചെയ്യാൻ പറയുന്നത്, തിയറി അല്ലല്ലോ, പ്രോബ്ലം പേപ്പർ ആണ്. അപ്പൊ നിങ്ങൾ തന്നെ ചെയ്ത് ശരിയായി വരികയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. ചോദ്യം എഴുതുന്നു, ഞാൻ തന്നെ ഉത്തരം എഴുതുന്നു, പ്രത്യേകിച്ച് ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. രണ്ടു കൂട്ടർക്ക് കൂടി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ ഗുണത്തിലേക്ക് കിടക്കുക. ഓക്കെ, നമ്മളിവിടെ ഉപയോഗിക്കേണ്ട റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇത് കാണുമ്പോൾ എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? അഭിനവ് AM മോൻ എന്താണ് ഫീൽ ചെയ്തത്? അഭിനവ് AM. Yes, sir. എന്താണ് ഈ ചോദ്യം കണ്ടിട്ട് മോന് ഫീൽ ചെയ്തത്? Sir, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തത്. അത് ചെയ്യാം, അല്ലാതെ വേറെ എന്തെങ്കിലും തോന്നിയോ? വേറെ ഇല്ല. ഓക്കെ, ആലോചിക്ക. ആദിദേവ് ടി ജെ. Yes, sir. എന്താണ് ആദിദേവിനെ ഇത് കണ്ടിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത് ഈ ചോദ്യം കണ്ടിട്ട്? സാർ, ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് വെക്കണം. ഓക്കെ, അശ്വന്ത്. എന്താണ് ഫീൽ ചെയ്യുന്നത്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതന്നെയാണ്. അനുലക്ഷ്മി മണികണ്ഠൻ. Yes, sir. Cos x minus y ആ റിസൾട്ട് ഉപയോഗിച്ച് ചെയ്തു. യെസ്. cos x minus y യുടെ റിസൾട്ട് ആണ് ആ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നത്. cos x minus y എന്ന് പറയുന്നത് cos x cos y plus sin x sin y, അല്ലെങ്കിൽ നമുക്ക് എഴുതാം sin x sin y or plus cos x cos y അല്ലേ? cos x minus y എന്നുള്ള റിസൾട്ട് ആണ് ഫീൽ ചെയ്ത് എന്നാണ് പറയുന്നത്. cos x minus y equal to cos x x cos y plus sin x sin y. ഈ സംഭവമാണ് അനുലക്ഷ്മി മണികണ്ഠൻ എന്ന് പറയുന്ന കുട്ടിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇത് ശരിയാകുക എന്ന് തന്നെയാണ് ഞാനും പറയുള്ളൂ. അനുലക്ഷ്മിയുടെ കൂടെ തന്നെയാണ് ഞാനും പോകുന്നത്. ഇത് എക്സ്, ഇത് വൈ, ഇത് എക്സ് വൈ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാളാണ് എക്സിന്റെ പ്ലേസിൽ വന്നിരിക്കുന്നത്, n+1 into x. ഇയാളാണ് വൈയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്, n+2 into x. Then your answer is equal to cos x minus y n+1 into x minus n+1 into x minus n+2 into x. cos x minus y എടുക്കുമ്പോഴാണ് ഇത് കിട്ടുക.
ഇവിടെ x equal to n plus 1 into x ഉം y equal to n plus 2 into x ഉം. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യാം. ഇവിടെ nx plus x nx plus x minus nx plus 2x nx plus 2x open the bracket cos എന്താണ് ആൻസർ കിട്ടാൻ നോക്കാം. cos nx plus x minus nx minus 2x nx minus nx cancel. cos x minus 2x cos minus x cos minus x റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. cos x equal to RHS LHS equal to RHS എല്ലാ കണക്കിലും ഇങ്ങനെ എഴുതണം. LHS equal to RHS hence the proof. അപ്പൊ തുടക്കം കിട്ടുക എന്നുള്ളത് ഇത്തരം കണക്കുകളുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഫാക്ടറാണ്. ആ തുടക്കം ഭംഗിയായാൽ പടാന്ന് നമുക്ക് ആൻസറിലേക്ക് എത്തുവാനായിട്ട് സാധ്യമാകും. അപ്പൊ ഈ കണക്ക് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ തലയ്ക്കകത്തേക്ക് എൻട്രി എടുക്കണം. cos x into cos y plus sin x into sin y ഈക്വൽ ആണ് cos x minus y. എക്സിന്റെ ഭാഗത്തുള്ള ആൾ ആരാണ് എന്ന് പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. cos n plus 1 into x minus n plus 2 into x open the bracket cos nx plus x minus nx plus 2x cos nx plus x minus nx minus 2x nx nx cancel. x ൽ നിന്ന് minus 2x പോകുമ്പോൾ minus x ആണ്. cos minus x എന്ന് പറയുന്നത് cos minus theta എന്ന് പറയുന്നത് cos theta ആണ്. cos minus x equal to cos x equal to RHS LHS equal to RHS hence the proof LHS equal to RHS. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? Yes, sir. Sir. Yes. Yes, sir. ഉഷാറായിട്ട് എഴുതിട്ടുള്ളൂ. ഓക്കെ ഗുഡ്. അഭിനവ് മോനെ ഓക്കെ അല്ലേ കുട്ടാ? അഭിനവ് AM Yes. ഓക്കെ അല്ലേ? ഓക്കെ. സാർ കേൾക്കണ്ട്. നിഖിൽ രാജ് എഴുതി കഴിഞ്ഞോ മോനെ? യെസ് സാർ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. സ്പീഡ് പോലെ സ്പീഡ് കൂട്ടറേയും കൂട്ടാട്ടെ. ഒരു സിമ്പിൾ ആണ്. സ്പീഡ് കൂട്ടിയാൽ നിങ്ങൾക്ക് തുടക്കമായാലും മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ഇങ്ങനെ പോയ പോരെ? യെസ് സാർ. അടുത്തൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ കുട്ടികൾ എഴുതി വെച്ചോളൂ. അടുത്ത പ്രോബ്ലം ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ മക്കളെ? ഇത് എഴുതി കഴിഞ്ഞോ? ബോർഡ് ഞാനൊന്ന് മാച്ചോട്ടെ. നിങ്ങൾക്ക് എഴുതാൻ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ. പ്രത്യേകതകളുള്ള ക്വസ്റ്റ്യൻ ആണ് ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് tan 3x tan 2x tan x equal to tan 3x minus tan 2x minus tan x. Once again, show that tan 3x tan 2x tan x tan 3x into tan 2x into tan x. ഇവിടെയൊക്കെ ഡോട്ട് ആണ്. tan 3x into tan 2x into tan x equal ആണ് tan 3x minus tan 2x minus tan x. എങ്ങനെ കൈകാര്യം ചെയ്യും? ഒരു 3-4 മിനിറ്റ് നിങ്ങൾക്ക് ആലോചിക്കാം. ആലോചിച്ചോളൂ. 3-4 മിനിറ്റ് ആലോചിച്ചോളൂ. തന്നെ ചെയ്യാൻ ശ്രമം നടത്തിക്കോളൂ. കിട്ടിയില്ലെങ്കിലും സാരമില്ല കേട്ടോ. കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. ആലോചിച്ചോളൂ. ട്രൈ ചെയ്യാം. നോക്കുന്നില്ലേ? ചെയ്യാൻ ശ്രമിക്കുന്നില്ലേ? അവന്തിക, അരുണലക്ഷ്മി, മണികണ്ഠൻ,
Yes, sir. അർജുൻ ഇല്ലേ? അർജുൻ അർജുൻ വന്നുണ്ടോ? അർജുൻ എന്താണ് ലേറ്റ് ആവുന്നത് ക്ലാസ്സില്? അർജുൻ എവിടെയാ വീട്? ഞാൻ കൊടുങ്ങല്ലൂർ. എവിടെ താമസിക്കുന്നേ? പുല്ലൂർ. എന്താ ലേറ്റ് ആവുന്നേ ക്ലാസ്സില്? ലേറ്റ് ആയില്ല. ചില ദിവസങ്ങളിൽ ലേറ്റ് ആവുന്നുണ്ട്. അപ്പൊ ലേറ്റ് ആവരുത് കേട്ടോ അർജുനെ. അർജുൻ ലേറ്റ് ആവരുത്. ഇടയ്ക്ക് എല്ലാ ദിവസം അല്ല, ഇടയ്ക്ക്. ഓക്കെ, ഉഷാറാവണം കേട്ടോ. അർജുൻ എവിടെ പഠിച്ചേ 10ാം ക്ലാസ്സില്? രാജു ഡേവിസ്. എവിടെ? ഇവിടെ. മനസ്സിലായി. ഇനി എവിടെ പഠിക്കാൻ പോണ അർജുൻ? കൊടുത്തിട്ടുള്ളോ? എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്? ഓക്കെ. മോനെ ട്രിഗണോമെട്രിയുടെ തുടക്കം ഒരു ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലേ അർജുനെ? ഓക്കെ, ഉഷാറായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ കണക്ക് അർജുൻ നോക്കിയോ? ഷോ ദാറ്റ് ഈ കണക്കിന്റെ ടിപ്പിക്കൽ പ്രത്യേകതകളൊക്കെ ഒന്ന് നോക്കിയായിരുന്നോ അർജുൻ? നോക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മടങ്ങി വരാം. ആരിലേക്കാണ് നമുക്ക് പോണ്ടേ? ആരിലേക്കാണ് നമുക്ക് മടങ്ങി പോണ്ടേ? ജിസ്മി അല്ല, മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടില് അടച്ച് പൂട്ടിയിരിക്കുകയാണ്. ജിസ്മി വീഡിയോ ഓൺ ആക്കുമ്പോ നമുക്ക് നല്ല നേർക്ക് നേരം നിന്ന് സംസാരിക്കാം. ഒന്ന് വീഡിയോ ഓൺ ആക്കിക്കോ. പോർട്ടെ ജിസ്മിയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പോർട്ടെ. വീഡിയോ ഓൺ ആക്ക്. പോർട്ടെ. ഇതൊരു പ്രത്യേകത നിറഞ്ഞ ഒരു ചോദ്യമാണ്. പറഞ്ഞോ ജിസ്മി. സാർ, ഇതിനെ tan 3x = tan 2x + x ആക്കിയിട്ട് എഴുതാൻ പറ്റില്ലേ? ഇങ്ങനെയാണ് ജിസ്മി നേരിടാൻ പോകുന്ന ഈ കണക്കിനെ. ഓക്കെ, അങ്ങനെ നിൽക്കട്ടെ. അനുലക്ഷ്മി, എനി ഐഡിയ? മനസ്സിലായില്ല. ഓക്കെ, then പൗർണമി. യെസ് സർ. എനി ഐഡിയ? ഈ tan 3x-നെ tan 2x + x എന്നാക്കിയിട്ട് tan x + y-യുടെ ഇക്വേഷൻ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. നമ്മളുണ്ട്. ഓക്കെ പറഞ്ഞ എല്ലാവർക്കും എന്താ പറയാ അഭിനന്ദനങ്ങൾ കേട്ടോ. അപ്പൊ അത് ശരിയാണ്. അതിലേക്ക് ഞാൻ എത്താം. കുറച്ചും കൂടി ആധികാരികമായി ഞാൻ എത്താം. എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ കുട്ടികളും ബോർഡിലേക്ക് നോക്കാം. ഇനി എഴുത്തൊക്കെ നിർത്താം. കാരണം വെച്ചാൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല ആരെയും. കുറച്ചുപേരെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ എഴുത്തൊക്കെ നിർത്തി. ഇപ്പൊ ക്ലാസ്സിലാണെങ്കിൽ നമ്മളിങ്ങനെ പറയും, ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ നമ്മൾ പറയും എല്ലാവരും പേനയൊക്കെ ആ ബുക്കിന്റെ അവിടെ വെച്ച് നേരെ നോക്കാൻ പറയും. അതേ രീതിയിൽ ഞാൻ പറയാണ്, എല്ലാവരും ബോർഡിലേക്ക് നോക്കാം. ബോർഡിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ചോദ്യത്തിനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുന്നത് 3 ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 3 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്, 2 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്, 1 എന്ന് പറയുന്ന ആളുണ്ട്. അതായത് 3x ഉണ്ട്, 2x ഉണ്ട്, 1x ഉണ്ട്. 1x എന്ന് പറയുന്ന ഒരു നിലവാരമില്ലാത്തത് കൊണ്ടാണ് 1x പറയാൻ ഒരു സുഖമില്ല. പിന്നെ ഒരു നമ്മുടെ നിലവാര തകർച്ച കൂടി അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ x എന്ന് പറയുന്നത്. ആക്ച്വലി അത് 1x ആണ്. 1ന് എന്തോ ആകാലോ, 1x ആണ്. 1x-നെ ഞാൻ x എന്ന് പേരിട്ട് വിളിക്കാം. 3x, 2x, x. അപ്പോ നമുക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, 3യുടെയും 2ന്റെയും 1ന്റെയും ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ചെറിയ ഒരു കാര്യം എന്ന് പറയുന്നത് 3 ഈക്വൽ ആണ് 2 + 1-നോട്. 2 + 1 = 3 ആണെന്ന് അറിയാം നമുക്ക്. 1 + 2 3 ആണെന്ന് അറിയാം. 0 + 3 3 ആണെന്ന് അറിയാം. പക്ഷെ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് 0യെയും 3യെയും അല്ല, 2വിനെയും 1നെയുമാണ്. എന്താണ് കാരണം? ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമാണ്. ക്വസ്റ്റ്യനിൽ വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിരിക്കുന്നു 3യുടെ ഫാമിലി, 2ന്റെ ഫാമിലി, 1ന്റെ ഫാമിലി. അപ്പൊ നമുക്ക് എഴുതാം. നമുക്ക് എങ്ങനെ എഴുതി വെക്കാം? We know that
We know that എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് രണ്ടു കൂട്ടർക്കും അറിയാം. 3x equal to 2x plus x. ഈ ഭാഗത്തും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും tan കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ tan 3x ഈക്വലന്റ് ആണ് tan 2x plus x. പക്ഷെ ഈ അറിവ് നമ്മൾ ശേഖരിച്ചത് 3x equal to 2x plus x എന്നുള്ള അറിവ് നമ്മൾ ശേഖരിച്ചത്, നമ്മൾ കളക്ട് ചെയ്തത് ചോദ്യത്തിൽ നിന്ന് തന്നെയാണ്, ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെയാണ്. വളരെ വ്യക്തമായി ക്വസ്റ്റ്യനിൽ പറയപ്പെടുന്നു 3x 2x x 3 equal to 2 plus 1 എന്ന് നമുക്ക് ഇതിൽ നിന്നും അനുമാനിക്കാം. അപ്പോൾ 3x equal ആണ് 2x plus x. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും tan കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ. Then your answer ready. Tan 3x equal to, പല കുട്ടികളോട് ഞാൻ ഫോർമുല തുടക്കത്തിൽ ചോദിച്ചപ്പോൾ എല്ലാ കുട്ടികളും കൃത്യമായി പറഞ്ഞു tan x plus y യുടെ മനോഹരമായ ആ റിസൾട്ടിലേക്ക് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. tan 2x plus tan xy, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഡിനോമിനേറ്റർ മൈനസ് ആയിരിക്കും. 1 minus tan x tan 1 minus tan 2x tan x. Tan 3x equivalent ആണ് tan 2x plus tan x divided by 1 minus tan 2x into tan x. നിഷ്പ്രയാസം ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷന് വിധേയമാകുന്നു. tan 3x into 1 minus tan 2x tan x 1 minus tan 2x tan x equal ആണ് tan 2x plus tan x നോട്. tan 2x plus tan x നോട്. Open the bracket. ഇതാണ് ഓപ്പൺ ചെയ്യുമ്പോൾ tan 3x minus tan 3x tan 2x tan x equal to tan 3x minus tan 3x tan 2x tan x equal to tan 2x plus tan x. Then your answer ready. Tan 3x grouping അവരിങ്ങോട്ട് വിളിക്കും, വരാൻ പറയും. tan 3x minus tan 2x minus tan x. ഈ tan 3x ഇയാളോട് പറയും, നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഗ്രൂപ്പുകാരല്ലേ, നിങ്ങൾ ഈ ഇവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ അവര് പോകും, ഈ മൈനസ് പ്ലസ് ആവും. tan 3x into tan 2x into ഗ്രൂപ്പിംഗ് ആണ് ക്ലൈമാക്സ് tan x. അപ്പൊ a equal to b, b equal to a, അത് ആദ്യം എഴുതി. tan 3x into tan 2x into tan x equal to tan 3x minus tan 2x minus tan x. LHS equal to RHS, hence the proof. LHS equal to RHS, hence the proof എന്ന് നിങ്ങൾ എഴുതണം. ഒരിക്കൽ കൂടി മനസ്സിലാകാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു തരികയാണ്. ഇറ്റ് ഈസ് എ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ. ഇതൊരു പ്രത്യേകതകൾ നിറഞ്ഞ ചോദ്യം തന്നെയാണ്, ഒരു സംശയവുമില്ല. ഇതിന്റെ തുടക്കം കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്, എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മൾ ക്വസ്റ്റ്യനെ ശരിയായ രീതിയിൽ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും. ഇവിടെ 3യുടെ ആളുകളും 2ന്റെ ആളുകളും 1ന്റെ ആളുകളും 3x 2x x എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന കാഴ്ച. അപ്പോൾ നമുക്ക് എഴുതാം, we know that 3x equal ആണ് 2x plus x നോട്. 2x plus x നോട് LHSലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും tan കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു tan 3x equal to tan 2x plus x എന്ന് കിട്ടുന്നു. tan 3x equal to tan 2x plus x ന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. tan 3x equal to tan 2x plus tan x divided by 1 minus tan 2x into tan x. Just cross multiplication ചെയ്യുമ്പോൾ കാണുവാൻ കഴിയുന്നത് tan 3x into 1 minus tan 2x into tan x equal to tan 2x plus tan x. Open the bracket. tan 3x minus tan 3x into tan 2x into tan x equal to tan 2x plus tan x. ഇവിടെ ഗ്രൂപ്പിങ്ങിന് വിധേയമാകാണ് ഗ്രൂപ്പിംഗ്. ഈ tan 3x ഇവിടെ ഇങ്ങനെ വിളിക്കും, വാ 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 എന്ന് പറയുമ്പോൾ അവരിങ്ങനെ വരും. tan 3x minus tan 2x minus tan x. ഈ പുള്ളിക്കാരൻ ഇയാളോട് പറയും ഒന്ന് പോയിക്കൂടെ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകും. ഈ മൈനസ് എന്തായി മാറി പ്ലസ് ആയി tan 3x into tan 2x into tan x ആകുന്നു. ചോദിച്ച രീതിയിൽ തന്നെ നമ്മൾ എഴുതി വെക്കുന്നു. tan 3x into tan 2x into tan x equal to tan 3x minus tan 2x minus tan x LHS equal to RHS എന്ന് എഴുതി വെച്ച് hence the proof എന്നും കൂടി നമ്മൾ എഴുതുന്നു. പറഞ്ഞോളൂ.
tan 3xന്റെ വാല്യൂ വേറെ അല്ല അതിന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട്. ഇത് ഷോ ദാറ്റിന്റെ കണക്കല്ല. ടാൻ 3x വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ 3x ഈക്വൽ ടു അത് സ്റ്റാൻഡേർഡ് റിസൾട്ട് അല്ലേ. ഈ കണക്കില് ടാൻ 3x വാല്യൂ അല്ലല്ലോ വന്നിരിക്കുന്നത്. ടാൻ 3x ഒരു ടാൻ 3x ഈക്വൽ ടു ഇവിടെ നമ്മൾ ടാൻ 3x എന്ന് പറയുന്നത് ടാൻ 2x പ്ലസ് എക്സിനോട് ഈക്വലന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് വൈയുടെ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. നോക്കൂ, ടാൻ 3x അല്ല നമ്മളോട് എടുത്തിരിക്കുന്നത്. 3x ഈക്വൽ ടു 2x പ്ലസ് എക്സ്. അപ്പോൾ ഇവിടെയും ടാൻ കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെയും ടാൻ കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അപ്പോൾ ടാൻ 3x ഈക്വൽ ടു ഇവിടെ നമ്മൾ റിസൾട്ട് യൂസ് ചെയ്തിട്ടില്ല മോനെ. ടാൻ 3x റിസൾട്ട് നമ്മൾ പൊട്ടിച്ചിട്ടില്ല, അനക്കിയിട്ടില്ല. ടാൻ 2x പ്ലസ് എക്സിന്റെ റിസൾട്ട് ആണ് ആക്റ്റീവ് ആക്കിയിരിക്കുന്നത്. ടാൻ എക്സ് പ്ലസ് വൈയുടെ റിസൾട്ട് ആണ് ആക്കിയിരിക്കുന്നത്. ടാൻ 3x റിസൾട്ട് നമ്മൾ ആക്കിയിട്ടില്ല, ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ സർ. ടാൻ 3x റിസൾട്ട് നമ്മൾ തൊട്ടിട്ടില്ല. നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്? ടാൻ 2x പ്ലസ് എക്സിന്റെ റിസൾട്ടേ ചെയ്തിട്ടുള്ളൂ. ടാൻ 3x നമ്മൾ അവിടെ നിർത്തിയെന്ന് മാത്രമേ. ടാൻ 3x നമ്മൾ തൊടുക പോലും നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ മോനെ? യെസ് സർ. യെസ്. Then Aaron Anthony. Aaron Anthony ക്ലിയർ ആണോ? മിണ്ടുന്നില്ല. അഭിരാം സംസാരിക്കട്ടോ. പുതിയ കുട്ടികളാണെങ്കിൽ അവർക്ക് പ്രയാസം ഉണ്ടായിരിക്കാം. അഭിനവ് AM നിങ്ങൾ റിപ്ലൈ തരൂ. അഭിനവ് AM ക്ലിയർ ആണ്. അഭിനവ് TV അഭിനവ്. ഓക്കെ TV അഭിനവ് ഉണ്ടെന്നില്ല. ആദിദേവ് TJ. യെസ് സർ. അഭിഷാവി ജോഷി. Yes, sir. ആദിത്യൻ AS. അഫ്രീൻ. അശ്വന്ത്. അഗ്നിവേഷ്. അഹമ്മദ് യാസിൻ. സുഹാന. Yes, sir. ഐഷ. yes, sir. ഓക്കെ. yes, sir. Okay. മഴ കണ്ടിരിക്കുകയാണോ ഐഷ? ഒന്നുകൂടി പറഞ്ഞേ, ക്ലിയർ ആയില്ല. മഴയൊക്കെ കണ്ടിരിക്കുകയാണോ എന്ന് ഒരു ഉഷാറില്ലല്ലോ എന്ന് ഐഷയ്ക്ക്. ഇത് എനിക്ക് അങ്ങനെ മനസ്സിലായില്ല. മനസ്സിലായില്ല? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഓക്കെ ഈ ക്വസ്റ്റ്യൻ എവിടെയാ മനസ്സിലാവാത്ത ഐഷ? മനസ്സിലായി ഇപ്പൊ മനസ്സിലായി. ഓക്കെ അഗ്നിവേഷ്. അൽഫിദ. അംന സിറാജ്. അംന. Yes, sir. Yes, sir. അനഘ PS. Yes, sir. ഓക്കെ ആണോ? Okay ആണ് sir. അനീന M ജലീൽ. അനീന V. ഏഞ്ചൽ സ്റ്റീഫൻ. Yes, sir. അനുഗ്രഹ സഞ്ജയ്. Yes, sir. അനുലക്ഷ്മി മണികണ്ഠൻ. Yes, sir. Clear ആണ്. അനുരാഗ്. Yes, sir. Clear ആണ്. അർച്ചന EA. Yes, sir. Clear ആണ്. അർജുൻ. യെസ് സർ. ക്ലിയർ ആണ്. അരുണിമ KK. അരുണിമ KS. ആഷ്ലിൻ എബി. അശ്വന്ത് വേണു. Yes, sir. ക്ലിയർ? Yes, sir. ആഷ്ലിൻ എബി. ഓക്കെ. അശ്വിൻ ബിജു. ആദിന ഷിബു. Yes, sir. Clear ആണ്. അവന്തിക സുമോത്. Yes, sir. Clear ആണ്. ഐഷ AS. അഭയ് കൃഷ്ണ. അക്ഷയ്. ഭദ്ര PB. Yes, sir. Yes, sir. യെസ് സർ. Yes. ചിന്മയി VS. ദേവി. Yes, sir. ദേവിക ബിനോജ്. Yes, sir. എമിൻ ഗഫൂർ പുതിയ ആളാണ്. ഇതൾ പ്രദീപ്. ഫാരിസ് നിഷാദ്. ഹരിത രതീഷ്. Yes, sir. ജയശങ്കർ മേനോൻ. ജീവൻ K ഫിബി. ജിസ്മി. Yes, sir. Clear ആണ്.
ജിസ്ന, ജിയന്ന, ജ്യോതി, കീർത്തന, അനിൽ, കൃഷ്ണ, പ്രദീപ്. Yes, sir. കൃഷ്ണ ക്ലിയർ അല്ലേ? കൃഷ്ണ, പ്രദീപ്? Yes, sir. Clear ആണ്. കൃഷ്ണ, സുനിൽ, ലക്ഷ്മി, MS, അഭിഷേക്. Yes, sir. മരിയ, ജെയിംസ്, മിൻഹ. Yes, sir. Yes, sir. ഓക്കെ, മരിയ, മിൻഹ. ഓക്കെ. മിൻഹ, നേരത്തെ ഞാൻ ചോദ്യം ചോദിച്ചപ്പോ എന്താ പറ്റിയാ മിണ്ടാണ്ടിരുന്നേ? അല്ല, ഞാൻ അപ്പൊ ജോയിൻ ചെയ്തത് ലേറ്റ് ആയിരുന്നു. ഓക്കെ ഓക്കെ. എന്താ പറ്റിയ? നെറ്റ് എണീക്കാം ലേറ്റ് ആയി. നേരത്തെ കിടന്നോളൂ. ആ. മുഹമ്മദ് പുതിയ ആളാണ്. നവീൻ. നയന ബാബു. യെസ് സർ. നയന ബാബു. ഓക്കെ, റെഡി അല്ലേ? നയന ബാബു. യെസ് സർ. ഒന്ന് കട്ടായി പോയിരുന്നു, എന്റെ കൈ തട്ടിയതാണ്. കൃഷ്ണ, പ്രദീപ്, ലക്ഷ്മി, MS, നീതു, PS, നിഫ്സിയ, നിഖിൽ രാജ്, നിഷ, Yes, sir. നിയ, പാർത്ഥസാരഥി, Yes, sir. പവിത്ര KP, പവിത്ര പ്രസന്നൻ, Yes, sir. പൗർണമി, പ്രദീപ്, രാജ്കൃഷ്ണ TR, Yes, sir. നിമിത, റിസാന, സഹല, സജില, Yes, ഫാത്തിമ, sir. Yes, sir. സനായി, Yes, sir. ശിവപാർവതി. സാവിയ പുതിയതാണ്, അതുകൊണ്ട് ചോദിക്കുന്നില്ല. ശിവാനി, സോന, സുഹാന, വസുദേവ്, വിവേക്, വിഷ്ണു. Yes, sir. ഓക്കെ, വെരി ഗുഡ്. ഞാനിത് തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഈ പ്രോബ്ലം ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞു. പല ആളുകൾക്കും ചോദ്യം വന്നാൽ പരീക്ഷയ്ക്ക് ആശയക്കുഴപ്പം ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മളിത് കൈകാര്യം ചെയ്തിരിക്കുന്ന രീതി ഒരിക്കൽ കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. We know that 3x equal to 2x plus x. നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് അല്ലെ? 3 എന്ന് പറയുന്നത് 2 + 1 ആണ്. അപ്പൊ 3x ഈക്വലന്റ് ആണ് 2x plus x-നോട്. ഇവിടെ 3ഉം 2ഉം 1ഉം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഈ ആശയത്തിലേക്ക് പൊടുന്നനെ എത്താം. tan 3x equal to 2x plus x. LHS-ലും RHS-ലും tan കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. tan 3x-ന്റെ ഫോർമുല നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇട്ടേക്കാം. tan 2x plus x-ന്റെ ഫോർമുല ആക്റ്റീവ് ആക്കി tan 2x plus tan x divided by 1 minus tan 2x tan x. ഇനി ഒരു സംശയവുമില്ല, ഇതിങ്ങനെ ക്ലോസ് ചെയ്തു, ഓപ്പൺ ദ ബ്രാക്കറ്റ്, ഗ്രൂപ്പ് ഇൻ ലൈക്ക് ദാറ്റ്. അത്രേ ഉള്ളൂ. അപ്പോ കണക്കിന്റെ ട്വിസ്റ്റ് എന്ന് പറയുന്ന ട്വിസ്റ്റ് കണക്ക് തിരിയുന്നത് 3x equal to 2x plus x. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും tan ഉപയോഗിക്കുന്നു. tan 3x equal to tan 2x plus x. tan 3x-നെ വെറുതെ വിട്ടേക്കാം, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. tan 2x plus x-നെ tan x plus y-യുടെ ഫോർമുല ഉപയോഗിക്കാം. tan x plus y, tan x plus tan y divided by 1 minus tan x tan y ആണെങ്കിൽ tan 2x plus x എന്ന് പറയുന്നത് tan 2x plus tan x divided by 1 minus tan 2x into tan x ആണ്. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലൂടെ ആൻസറിലേക്ക് നമുക്ക് എത്താം. മോനെ ഈ കണക്ക് ചെയ്തിട്ട് നോക്കാം. പ്രൂവ് ദാറ്റ് cos 5/4 plus x. ഒരു ഡൗട്ട് ഉണ്ട്, ചെയ്ത പോലെ തോന്നുന്നുണ്ട്. ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കിട്ടിയ റിപ്പോർട്ട്. മാക്സിമം പ്രൂവ് ദാറ്റിലെ ആ പ്രോബ്ലംസ് ഒക്കെ മാക്സിമം നമ്മൾ ചെയ്തു. ഇനി നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് നമ്മൾ 10th ക്ലാസ്സിൽ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ല, അത് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇവര് പറയുന്നല്ലോ. ചെയ്ത് കഴിഞ്ഞില്ലേ മോനെ? അത് ചെയ്തിട്ടില്ല. ആയിക്കോട്ടെ, ചെയ്യാം, ഒരു സീനില്ലാതെ cos 5/4 plus x plus cos 5/4 minus x equal to ചെയ്തോളൂ, ഒരു കുഴപ്പമില്ലാതെ. cos 5/4 plus x plus cos 5/4 minus x equal to √2 cos x. √2 cos x. ഈ കണക്കെ ഞാനൊരു കാര്യം പറയട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. √2 cos x ഈ പ്രോബ്ലം എഴുതാൻ വരട്ടെ, ഒരു മിനിറ്റ്. പ്രോബ്ലം എഴുതാൻ വരട്ടെ, ഒരു നോട്ട് എഴുതാം. ശ്രദ്ധിക്കാം, ഒരു നോട്ട് എഴുതിയിട്ട് എഴുതാം. നിങ്ങള്
ചില കുട്ടികൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടാവും, ചിലവർ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചോളൂ. പഠിക്കാത്ത ആൾക്കാര് പൈ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, 180 ഡിഗ്രി ആണ് കേട്ടോ. പൈ ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. നമുക്കിനി എല്ലാം നമ്മൾ പൈ ബൈ 2 ഒക്കെ പഠിച്ചിട്ടുണ്ട്. CBSE-കാരും പഠിച്ചിട്ടുണ്ട്, സ്റ്റേറ്റുകാരും പഠിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ പൈ 180 ഡിഗ്രി ആണെങ്കിൽ പൈ ബൈ 6 എന്ന് പറയുന്നത് 180/6 അല്ലെ. പൈ ബൈ 6 30 ഡിഗ്രി ആണ്. നമ്മൾ പ്ലസ് 1-ലെല്ലാം 30 ഡിഗ്രി എന്ന് പറയില്ല, പൈ ബൈ 6 അങ്ങനെ പഠിച്ച് ശീലിക്കണം. അപ്പൊ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ കണ്ട പൈ ബൈ 4 ആണ്. 45 ഡിഗ്രി പൈ ബൈ 4. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ ബൈ 3 ആണ്. പൈ ബൈ 2 ഒക്കെ പഠിച്ച ആൾക്കാരാണ് നിങ്ങൾ. 60 ഡിഗ്രി ആണ്, അത് പൈ ബൈ 3 ആണ് 60 ഡിഗ്രി. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 ആണ്. ഇത് നോട്ടായിട്ട് എഴുതി വെക്കാം. പൈ ഈക്വൽ ടു 180 ഡിഗ്രി. പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണ്. പൈ ബൈ 6 30 ഡിഗ്രി ആണ്. പൈ ബൈ 4 45 ഡിഗ്രി ആണ്. പൈ ബൈ 3 60 ഡിഗ്രി ആണ്. പൈ ബൈ 2 90 ഡിഗ്രി ആണ്. പൈ 180 ആണെന്ന് പറഞ്ഞു. 2 പൈ 360 ആണ്. 3 പൈ ബൈ 2 3 പൈ ബൈ 2 3 into 180 540/2 270 ഡിഗ്രി ആണ്. 2 പൈ എന്ന് പറഞ്ഞാൽ 2 into 180 360 ഡിഗ്രി. അപ്പൊ പൈ ബൈ 6 പൈ ബൈ 4 പൈ ബൈ 3 പൈ ബൈ 2 ഇങ്ങനെയാണ് ഇനി വണ്ടി ഓടാ. പൈ ബൈ 6 180/6 30 ഡിഗ്രി. 30 ഡിഗ്രി becomes പൈ ബൈ 6. 45 ഡിഗ്രി പൈ ബൈ 4 45 ഡിഗ്രി. കണ്ട ഇവിടെ പൈ ബൈ 4 എന്നാണ് പറയുന്നത്. പൈ ബൈ 4 എന്ന് പറഞ്ഞാല് 45 ഡിഗ്രിയാണ്. പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. 3 പൈ ബൈ 2 270 ഡിഗ്രിയാണ്. 2 പൈ 360 ഡിഗ്രിയാണ്. Your question is ചോദ്യം പറഞ്ഞിരിക്കുന്നത് prove that cos pi by 4 plus x plus cos pi by 4 minus x equal to √2 cos x. ആ നോട്ട് ഒന്ന് എഴുതിയെടുക്കാം. എന്നിട്ട് ആ പ്രോബ്ലം തന്നെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കാം. കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. പൈ എന്ന് പറഞ്ഞാൽ 180 ആണ്. പൈ ബൈ 6 30 ആണ്. പൈ ബൈ 4 മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ. പൈ ബൈ 4 45 ഡിഗ്രി. 180/4 ആണ് 45. 180/3 60 ആണ്. 180/2 90 ആണ്. 3 പൈ ബൈ 2 270 ആണ്. 2 പൈ 360 ആണ്. According to this problem, cos pi by 4 plus x, pi by 4 becomes 45. Cos 45 plus x plus cos 45 minus x equal to √2 cos x എന്നായിരുന്നു നിങ്ങളുടെ ചോദ്യം. ട്രൈ ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ശ്രമം നടത്താന്നുള്ളൂ. കിട്ടിയില്ലെങ്കിലും ശ്രമം നടത്താം. അശ്വന്ത് വേണു ശ്രമിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? അശ്വന്തിന് എന്തെങ്കിലും തടസ്സമുണ്ടോ ശ്രമിക്കണേല്? ആയിക്കോട്ടെ. നിന്റെ മുഖം ഒന്ന് കാണിച്ചതാടാ അശ്വന്ത്. വീഡിയോ ഓണാക്കടാ. എന്താണ് നീ വീഡിയോ ഓണാക്കാത്ത? തുടക്കത്തിൽ എത്ര നല്ല കുട്ടിയായിരുന്നു. മറ്റേ കേന്ദ്രീയ വിദ്യാലയത്തിലെ എല്ലാ അച്ചടക്കങ്ങളും പാലിച്ചുകൊണ്ട് വീഡിയോ ഒക്കെ ഓണാക്കിയിട്ട് കൃത്യമായിട്ട് ഇരിക്കുന്ന എന്താ വീഡിയോ ഓണാക്കാത്ത അശ്വന്ത്? വൈഫൈ പ്രോബ്ലം ഉണ്ടോ? ഇല്ല. വീഡിയോ ഓണാക്കിയിട്ടുള്ളൂ ഫുൾ ടൈം. ചായ കാപ്പി കുടിച്ചാ? കുടിച്ചു കഴിഞ്ഞു. ഇന്ന് എപ്പോഴാ ക്ലാസ് സ്കൂളില്? 9 മണി. 9 മണി തുടങ്ങി. 9 മണിക്ക് 2:45. സന്തോഷായില്ലേ? ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഓൺലൈനിൽ ഇരിക്കുമ്പോ 9 to 2 ബ്രേക്ക് ഉണ്ട്. അതിനിടയിൽ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ 15 മിനിറ്റ് ബ്രേക്ക്. ഓക്കെ. ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആയിട്ട് പരിചയപ്പെടാൻ പറ്റിയോ? ഓക്കെ. അപ്പൊ വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇരുന്നോളൂ കേട്ടാ. ചെയ്ത് നോക്കിക്കോ. അപ്പൊ വീഡിയോ വൈഫൈ ഉള്ളവരെല്ലാവരും വീഡിയോ ഓൺ ആക്കണേ, നിർബന്ധമാണ്. അശ്വന്ത് എല്ലാ ക്ലാസ്സിലും വീഡിയോ ഓൺ ആക്കണം, പ്രത്യേകം നോട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. ശ്രദ്ധിക്കട്ടോ, നമുക്കിത് 2 രീതികളിലൂടെ ചെയ്യാം. ശ്രദ്ധിക്കാൻ മക്കളെ, നമുക്ക് ഈ പ്രോബ്ലം 2 രീതികളിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കുക, 2 രീതികളിലൂടെയാണ് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, നമുക്ക് cos x plus cos y യുടെ റിസൾട്ട് ഉപയോഗിക്കാം. അതിനേക്കാളും എളുപ്പമുള്ള മറ്റൊരു റിസൾട്ടുമായിട്ട് നമുക്കിത് മുന്നോട്ട് പോകാം. cos x plus y യുടെ റിസൾട്ടുമായിട്ട് നമുക്കിത്
മുന്നോട്ട് പോകാം. നമുക്ക് എളുപ്പവഴി മതി. നമുക്ക് എന്തിനാണ് വെറുതെ cos x പ്ലസ് വൈ cos y ഒക്കെ ചെയ്ത് കുറെ ഡിവിഷനിലേക്ക് പോണേക്കാളും എളുപ്പം നമ്മൾ ഇവിടെ രണ്ട് സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ വീണ്ടും പഠിച്ചിട്ടുണ്ട്. അതായത് cos x പ്ലസ് cos y എന്നുള്ള ആ റിസൾട്ടിൽ ചെയ്താൽ ആൻസർ കിട്ടും. cos 5/4 പ്ലസ് x cos x plus y and cos x minus y യുടെ റിസൾട്ട് എടുക്കാം. cos 5/4 cos x into cos y cos x into cos y cos 5/4 into cos x minus sin 5/4 into sin x cos x cos y minus sin x sin. അടുത്തത് നമുക്ക് എടുക്കാം cos x minus y യുടെ റിസൾട്ട്. cos x minus y യുടെ റിസൾട്ട് എടുക്കുമ്പോൾ cos 5/4 into cos x plus sin 5/4 into sin x. കണ്ട രണ്ട് റിസൾട്ട് ഉപയോഗിച്ച് നമ്മൾ ആൻസർ ചെയ്തു കഴിഞ്ഞു. cos x cos y minus sin x sin y plus cos x cos y plus sin x sin y. നമുക്ക് കാണാൻ സാധിക്കും minus sin 5/4 sin x ഉം sin 5/4 sin x ഉം ക്യാൻസൽ ആവുന്ന ദൃശ്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. cos 5/4 cos x cos 45 ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഞാൻ അതിലേക്ക് വരികയാണ്. ആ റീഡിംഗിലേക്കൊക്കെ ഞാൻ വരും. പക്ഷെ നമുക്ക് എല്ലാവർക്കും അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് cos 45 1/√2 ആണ്. sin 45 1/√2 ആണ്. sin 45 1/√2 cos 45 1/√2 എന്ന് 10th ക്ലാസ്സിൽ പഠിച്ച് കഴിഞ്ഞ ആളുകളാണ് നിങ്ങൾ. ഇനി പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോളൂ. ഇപ്പൊ തന്നെ ആ റിസൾട്ട് എല്ലാം ഞാൻ എഴുതി തരാം. cos 1/45 1/√2 cos x അല്ലെ 1/√2 cos x. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് കൂടി കൂട്ടാണ് cos 5/4 cos x. ഒരു സ്റ്റെപ്പ് കൂടി നിങ്ങൾക്ക് വേണ്ടി കൂട്ടാണ് പ്ലസ് cos 5/4 cos x. x plus x 2x ആണെന്ന് അറിയാം. ഇവിടെ കിട്ടുന്നത് 2 cos 5/4 cos x. ഒരേപോലത്തെ ആൾക്കാരാണ് 2 cos 5/4 cos x. cos 5/4 cos x നോട് കൂടി cos 5/4 cos x ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ലഭ്യമായി 2 cos 5/4 cos x 2 into cos 45 1/√2 ആണ് cos x. ഇനി ഇവിടേക്ക് ഒറ്റയടിക്ക് എഴുതാമായിരുന്നു. ചില കുട്ടികൾക്ക് ചെറിയ സംശയങ്ങൾ ഉള്ളത് കൊണ്ട് ഈ 2 എന്ന് പറഞ്ഞാൽ √2 into √2 ആയിരിക്കും മക്കളെ അല്ലേ. 2 √2 into √2 x എന്ന് പറഞ്ഞാൽ √x into √x ആണ്. അപ്പൊ 2 എന്ന് പറഞ്ഞാൽ √2 into √2 ആണ്. ഡിനോമിനേറ്റർ √2 cos x. ആ √2 അങ്ങ് ക്യാൻസൽ ആയി. √2 cos x എന്ന് കിട്ടി. ഇയാളെയാണ് നമ്മൾ തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈക്വൽ ടു RHS എന്ന് കിട്ടി. LHS ഈക്വൽ ടു RHS എന്ന് നമ്മൾ നിഷ്പ്രയാസം ചെയ്തു. അപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 5/4 എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണെന്നുള്ള നിശ്ചയം നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കണം. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് becomes cos 5/4 plus x. cos 5/4 plus x becomes cos x plus y. cos x into cos y minus sin x into sin y. In this problem cos 5/4 plus x becomes cos 5/4 into cos x minus sin 5/4 into sin x plus cos 5/4 into cos x plus sin 5/4 into sin x. Cancel minus symbol minus sin 5/4 into sin x plus sin 5/4 into sin x. Cancel remaining cos 5/4 into cos x plus cos 5/4 into cos x. Add ചെയ്യുമ്പോൾ 2 cos 5/4 into cos x. 2 into cos 5/4 becomes cos 45 becomes 1/√2. 2 into 1/√2 cos x. We know that 2 equal to √2 into √2 is a forward direct answer. Direct answer ഇത് നമ്മളുടെ സ്റ്റാൻഡേർഡ് കുറയ്ക്കും. നമ്മളുടെ നിലവാര തകർച്ച ഇവിടെ കാണുവാൻ സാധിക്കും. അവിടെ 2 എന്ന് പറഞ്ഞാൽ √2 into √2 എന്ന് അണ്ടർസ്റ്റുഡ് ആണ്. 2/√2 becomes √2 cos x എന്ന് എഴുതി വെച്ചാൽ ആൻസർ കിട്ടി. മനസ്സിലാകാത്ത കുട്ടികൾക്ക് വേണ്ടി എന്റെ ഡ്യൂട്ടി ഞാൻ നിർവഹിക്കണം. 2 എന്ന് പറയുന്നത് √2 into √2 ആണ്. ആ √2 ഒരു √2 ക്യാൻസൽ ആയി. നിങ്ങൾക്ക് ലഭ്യമാകുന്നു √2 cos x. അത് തന്നെയാണ് RHS വന്നിരിക്കുന്നത്. കൺക്ലൂഷൻ LHS equal to RHS ആൻസർ. ക്ലിയർ? Yes sir. Yes sir. Yes. Yes sir. yes sir, clear ആണ്. എന്താണ് ഐഷ? ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ യെസ്
ഓക്കെ, എഴുതിയെടുക്കാം കേട്ടോ. എഴുതിയെടുത്തോളൂ മക്കളെ, എഴുതിയെടുത്തോളൂ. അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ കേട്ടോ. The values of heading, the values of trigonometric functions for an angle 0 to 360 degree. 0 degree to 360 degree. എഴുതാം. The values of trigonometric heading, the values of trigonometric functions for an angle, 0 degree to 360. അതിനു മുമ്പ് 10th പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. സ്റ്റേറ്റ് സിലബസുകാര് ഒരു നോട്ടായിട്ട് എഴുതിക്കോളും. CBSE എന്തായാലും പഠിച്ചിട്ടുണ്ട്. നമുക്ക് 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് അല്ലെ. സൈൻ, കോസ്, ടാൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. സൈൻ, കോസ്, ടാൻ പഠിച്ചിട്ടുണ്ട്. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. കോഷ്യൻ ഫോം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാല് സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ് കേട്ടോ. അറിഞ്ഞിരിക്കണം. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നുള്ള ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ സൈൻ തീറ്റ ഈക്വലന്റ് ആണ്. ഇത് സൈഡിലായിട്ട് ഒരു നോട്ട് എഴുതിയാൽ മതി. അവര് 1 ബൈ കൊസീക് തീറ്റ CBSE പഠിക്കുന്നുണ്ട് 10th. കോസ് തീറ്റ ഈക്വൽ ടു 1 ബൈ സീക്ക് തീറ്റ. ടാൻ തീറ്റ ഈക്വൽ ടു 1 ബൈ കോട്ട് തീറ്റ. അതുപോലെ കൊസീക് തീറ്റ ഈക്വൽ ടു, ഇതിന്റെ അടിയിലല്ലാത്ത എഴുതണ്ടേ, ഇത് സൈഡിൽ ഒരു നോട്ടായിട്ട് എഴുതിയാൽ. ഞാൻ ആ സ്റ്റേറ്റിൽ പഠിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ മറന്നുപോയി. കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ തീറ്റ. സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് തീറ്റ. സ്റ്റേറ്റ് സിലബസുകാരെ നോട്ട് ചെയ്യണം. കോട്ട് തീറ്റ ഈക്വൽ ടു 1 ബൈ ടാൻ തീറ്റ. റെസിപ്രോക്കൽ ഫോംസ് ആണ്. അതായത് സൈൻ, കോസ്, ടാൻ. സൈനിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്ക്, കോസിന്റെ സീക്ക്, ടാനിന്റെ കോട്ട്. പിന്നെ കോഷ്യന്റ് ഫോം എന്ന് പറയും. ടാൻ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. കോട്ട് തീറ്റയുടെ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. 10th ഉള്ളതായിരുന്നു ട്രിഗണോമെട്രിയുടെ. കുറച്ച് കുട്ടികൾ പഠിച്ചിട്ടില്ല. ഈ ഹെഡിങ്ങിന്റെ അടിയിലല്ല എഴുതേണ്ടത്, സൈഡിൽ ഒരു നോട്ടായിട്ട് എഴുതി. ഞാൻ ആ ആംഗിള് പറയുന്ന സമയത്തെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിരിക്കും, അതുകൊണ്ട് പറഞ്ഞതാണ്. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. അശ്വന്തൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ല. അശ്വന്തൊക്കെ CBSE 10th പഠിച്ചിട്ടുണ്ടല്ലോ. ജിസ്മിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ജിസ്മിയൊക്കെ പഠിച്ചല്ലേ ജിസ്മി? സ്റ്റേറ്റിലാണ് ഇച്ചിരി ഇത് വന്നത്. സൈൻ, കോസ്, ടാൻ. സ്റ്റേറ്റ് സ്റ്റുഡൻസ് മക്കള് ഒന്ന് ശ്രദ്ധിക്കുക. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസിക് തീറ്റ, സിക് തീറ്റ, കോട്ട് തീറ്റ. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു there are 6 trigonometric ratios എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ 6 trigonometric ratios ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസിക് തീറ്റ, സിക് തീറ്റ, കോട്ട് തീറ്റ. അതിൽ ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും കോഷ്യന്റ് ഫോം എന്താണെന്ന് പറഞ്ഞാല് ചാടി പറഞ്ഞോളണം. ടാൻ തീറ്റ ഈക്വലന്റ് ആണ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ടാൻ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അതുപോലെ കോട്ട് തീറ്റ ഈക്വൽ ടു ആണ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. എപ്പോ വിളിച്ചു ഉണർത്തിയാലും അഭിനവ് AM വീഡിയോ ഓൺ ആക്കിക്കോളൂ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. റെസിപ്രോക്കൽ ഫോംസ് ബിക്കം സൈൻ തീറ്റ ഈക്വലന്റ് ആണ് 1 by cosec theta, cos theta equal to 1 by sec theta, tan theta equal to 1 by cot theta, cosec theta equal to 1 by sin theta, sec theta equal to 1 by cos theta, cot theta equal to 1 by tan theta. സ്റ്റേറ്റുകാരെ ഒന്ന് പഠിച്ചെടുത്തോളൂ കേട്ടോ. ഒന്ന് പഠിച്ചെടുത്തോളൂ. ഇന്ന് തന്നെ പഠിച്ചെടുക്കണം. ഇത് നന്നായിട്ട് പഠിച്ചെടുത്തോളൂ. ചിന്മയി ഇത് പഠിച്ചെടുത്തോളൂ കേട്ടോ. ചിന്മയി ചിന്മയി ഒരു കാര്യം ചെയ്യാം. സ്റ്റേറ്റുകാരുണ്ടാവില്ല. ചിന്മയി മാത്രമല്ല എല്ലാവരും ആയിക്കോട്ടെ. ഇനി അവർക്ക് പ്രശ്നമായാലോ. എല്ലാവരും ഇതൊരു 5 പ്രാവശ്യം എഴുതാം. ടാൻ തീറ്റ, കോട്ട് തീറ്റ,
എല്ലാവരും 5 പ്രാവശ്യം cosec theta sec theta ഈ ടിക്കറ്റ് ആക്കുന്നത് 5 പ്രാവശ്യം എഴുതണം. tan theta equal to sin theta by cos theta, cot theta equal to cos theta by sin theta, and cosec theta equal to cosec theta equal to 1 by sin theta, and sec theta equal to 1 by cos theta, and cot theta equal to 1 by tan theta. All syllabus state CBSE ICSE കുട്ടികൾക്കും എഴുതാം. 5 പ്രാവശ്യം എഴുതാം. 5 പ്രാവശ്യം ഇപ്പൊ തന്നെ എഴുതിക്കോ. എന്നിട്ട് പതുക്കെ പോയാൽ മതി, നമുക്കൊരു ധൃതിയില്ല. പതുക്കെ പോയാൽ മതി. ആ ടിക്കറ്റ് ആയിരുന്നു 5 പ്രാവശ്യം എഴുതി. എല്ലാവരും ആ ടിക്കറ്റ് ആയിരുന്നു 5 പ്രാവശ്യം എഴുതിച്ചു. tan theta sin theta by cos theta, cot theta cos theta by sin theta, cosec theta 1 by sin theta, sec theta 1 by cos theta, cot theta 1 by tan theta. 5 times എഴുതാം. 5 times എഴുതാം. ഇതിലെ എൻട്രൻസിന് ചേർന്ന കുട്ടികൾ ഇന്ന് മാത്തമാറ്റിക്സിന്റെ ക്ലാസ് ഉണ്ടല്ലോ അല്ലെ? എൻട്രൻസിന് കഴിഞ്ഞോ മക്കളെ? ആ വാല്യൂസ് നമുക്കൊന്ന് കാണിക്കാൻ 0 ഡിഗ്രി റേഡിയൻ, അത് 0 0 ആണ്. ഡിഗ്രി റേഡിയനിലേക്കാണ് ആ 5/6 ഒക്കെ ആവുമ്പോൾ റേഡിയൻ എന്നാ പറയുക. ശ്രദ്ധിക്കാം. 0 ഡിഗ്രി 0നെ 30 ഡിഗ്രിനെ 5/6, 0 ഡിഗ്രി 30 ഡിഗ്രി 5/6, 45 ഡിഗ്രി 5/4 കേട്ടോ, 5/4, and 60 ഡിഗ്രി 5/3, 90 ഡിഗ്രി 5/2, 90 ഡിഗ്രി 5/2. ഇനി 180 ഉണ്ട്, 180, 270, 360. അത് ഞാൻ വേറൊരു രീതിയിൽ പഠിപ്പിക്കാം. ഇതുവരെ ഞാൻ ഷോർട്ട് കട്ട് പെട്ടെന്ന് പഠിപ്പിക്കും. 2 കട്ടയായിട്ട് ഞാൻ പഠിപ്പിക്കും. 90 ഡിഗ്രി 5/2 ഞാനൊരു ഷോർട്ട് കട്ടിലൂടെയാണ് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സൈൻ 0, 30, 45, 60. ഇനി നിങ്ങൾക്ക് 180, 270, 360 പഠിക്കാനുണ്ട്. കുറേശ്ശെ പഠിപ്പിക്കാനോ. അപ്പൊ അവിടെ സൈൻ കോസ് ടാൻ അതിന്റെ റിസൾട്ടിലേക്ക് നമ്മൾ കടക്കും. ശ്രദ്ധിക്കാം. സൈൻ കോസ് ടാൻ കൊസീക്ക് സീക്ക് കോട്ട് 6 ട്രിഗണോമെട്രി. സൈൻ കോസ് ടാൻ കൊസീക്ക് സീക്ക് കോട്ട്. കുറച്ചുകൂടി പഠിക്കാനുണ്ട് കേട്ടോ. 180, 270, 360. നമ്മള് ഡിഗ്രി പറഞ്ഞു. അതിന് തൊട്ട് താഴെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ റേഡിയനിലാണ് എല്ലാം പഠിക്കേണ്ടത്. 0 ഡിഗ്രി ഇവിടെ 5/6, പിന്നെ 5/4, 5/3, 5/2. എങ്ങനെയാണ് ഇതിന്റെ ഒരു ഷോർട്ട് കട്ടിലേക്ക് നമ്മൾ കടക്കാന്ന് പറഞ്ഞു. ഷോർട്ട് കട്ട് അഭിനവ്, എനി ഐഡിയ ഷോർട്ട് കട്ട്? സാർ അറിയില്ല. ട്രയാങ്കിൾ വരച്ചു, പിന്നെ കാണാപ്പാടം പഠിച്ചു കുറച്ചൊക്കെ എല്ലാവരും അല്ലെ? ചിന്മയി, എനി ഐഡിയ? ചിന്മയി ഇല്ല. ചിന്മയി. അനുലക്ഷ്മി, മണികണ്ഠൻ, എനി ഐഡിയ അബൌട്ട് trigonometric ratios, angles 0 to 90 degree? Shortcut, any idea? Yes sir. മറ്റേ half 3/4 അങ്ങനെ വെച്ചിട്ടുള്ള ഐഡിയ ഉള്ളൂ. ട്രയാങ്കിൾ വരച്ച് ഇത് 2 രീതിയിൽ ചെയ്യാം. നമുക്ക് വേറൊരു ഷോർട്ട് കട്ട് ഞാൻ പറയാം. അല്ലാതെ കൈയുടെ ഫിംഗേഴ്സ് വെച്ചിട്ടൊക്കെ ഇത് പറയാറുണ്ട് ചില ആൾക്കാർ. അത് ചിലപ്പോൾ പരീക്ഷ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാതെ പോകും. അപ്പൊ നമ്മളിങ്ങനെ ഫിംഗറിലേക്ക് നോക്കിയിരിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഞാൻ അത് ഇപ്പൊ പഠിപ്പിക്കുന്നില്ല. അത് വെച്ച് നമുക്ക് പഠിപ്പിക്കാം. ഈ ഫിംഗർ വെച്ചിട്ട് നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ മനുഷ്യന്മാരാണ്, ചില സമയത്ത് പരീക്ഷയ്ക്ക് നമ്മൾ കിടന്ന് തപ്പേണ്ടി വരും. അപ്പോ അതിനേക്കാളും എളുപ്പമുള്ള മറ്റൊരു ഷോർട്ട് കട്ട് ടിപ്പ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കാം, ഇവിടെ സൈനിന്റെ അവിടെ ഞാൻ കൊണ്ടുവരാണ്. സൈനിന്റെ അവിടെ ഞാൻ ഈ ഷോർട്ട് കട്ടിന് വേണ്ടിയിട്ട് എഴുതിയൊക്കെയാണ്. ഇങ്ങനെ ഒരു റൂട്ട് ഓഫ് കൊടുത്തിട്ട് ഞാൻ അങ്ങ് എഴുതും. 0, 1, 2, 3, 4 എന്ന് എഴുതും. 0, 1, 2, 3, 4 എന്ന് എഴുതും. 0, 1, 2, 3, 4. 0, 1, 2, 3, 4 by 2 എന്ന് എഴുതിയിട്ടാണ്. ഇതൊരു ഷോർട്ട് കട്ട് മാത്രമാണ്, അല്ലാണ്ട് ഇത് എങ്ങനെ വന്നു എന്നല്ല, ഷോർട്ട് കട്ടാണ്.
സൈനിന്റെ നേരെ ഇവിടെ ഞാൻ നേരെ അങ്ങ് എഴുതി വെച്ചു 0, 1, 2, 3, 4 by 2. ഇനി ഞാൻ കൊടുക്കും ഈ 0 ഡിഗ്രിനെയും ഇത് 0 ഡിഗ്രിനെയും ഇത് 30 ഡിഗ്രിനെയും π/6നെയും ഇയാള് π/4നെയും ഇയാള് π/3യെയും ഇയാള് π/2നെയുമാണ് കാണിക്കുന്നത്. 5 പേര് 5 വ്യത്യസ്തമായ റീഡിങ്സിനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ റൂട്ട് ഓഫ് ഇനി കോമ ഇടണോ ഇൻഡു ഇടണോ ഒന്നുമില്ല, വെറുതെ റൂട്ടിനുള്ളിൽ 0, 1, 2, 3, 4 by 2 എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്താ ചെയ്യണേന്ന് നോക്കാം. ജിസ്മി ശ്രദ്ധിച്ചിരിക്കാം. ആദിദേവ് ടി ജെ ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ ഞാൻ കാര്യം ഒന്ന് നോക്കിക്കോളൂ പൊന്നു മക്കളെ, ഒന്ന് ശ്രദ്ധിക്കാട്ടോ. സൈൻ ഇവിടെ നോക്കൂ, സൈൻ 0 ഡിഗ്രിയാണ്. ഇൻഡിവിജ്വലി ആയിട്ട് എടുക്കണം. റൂട്ട് 0/2 0/2 ബിക്കം 0 0/2 ബിക്കം 0 എന്നുള്ള ആൻസർ കിട്ടി. പരീക്ഷയ്ക്ക് പട്ടപെടാതെ എഴുതാൻ പറ്റും. ആദ്യം കാണുന്നത് 0, 30, 0, 30, 45, 60, 90. അടുത്ത 1/2 റൂട്ട് 1 1/2 1/2 റൂട്ട് 2/2 റൂട്ട് 2/2 റൂട്ട് 2/2 1/√2 കണ്ട 1/√2. then റൂട്ട് 3/2 റൂട്ട് 3/2 ഇൻഡിവിജ്വലി എടുക്കണം. റൂട്ട് 4 2/2 2/2 1. ആ പരിപാടി കഴിഞ്ഞു, എല്ലാം കിട്ടി. സൈൻ 0 കിട്ടി, സൈൻ 30 കിട്ടി, സൈൻ 45 കിട്ടി, സൈൻ 60 കിട്ടി, സൈൻ 90 കിട്ടി കഴിഞ്ഞിരിക്കുന്നു. സൈൻ 90 കിട്ടി കഴിഞ്ഞിരിക്കുന്നു. എല്ലാം നമുക്ക് കിട്ടി കഴിഞ്ഞിരിക്കുകയാണ്. സൈനിന്റെ എല്ലാ റീഡിങ്ങും നമുക്ക് നിഷ്പ്രയാസം കിട്ടിയിരിക്കുകയാണ്. പടാന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു. ഇനി കോസിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇത് റിവേഴ്സ് ഓർഡറിലേക്ക് മാറ്റുക. 4, 3, 2, 1, 0 by 2. റൂട്ട് 4/2 2/2 cos 0 1. റൂട്ട് 4/2 റൂട്ട് 4 2 2/2 റൂട്ട് 3/2 റൂട്ട് 3/2 റൂട്ട് 2/2 റൂട്ട് 2/2 ഇതിന് റൂട്ട് ന്യൂമറേറ്ററിൽ മാത്രമേ റൂട്ട് ഉള്ളൂ. റൂട്ട് 2/2 1/√2. അവിടെ അടുത്ത 1 ആണ്. 1/2 cos 60 1/2. then 0/2 0 cos 90 0. പഠിച്ച ആളുകളാണ് നിങ്ങൾ 10ാം ക്ലാസ്സിൽ sin 90 cos 90 ഒക്കെ പഠിച്ച ആളുകളാണ്. ഇതാണ് ഇതിന്റെ ഒരു ഷോർട്ട് കട്ട് രൂപം കാണിക്കുന്നത്. ആദ്യം തന്നെ റൂട്ട് ഓഫ് 0, 1, 2, 3, 4/2 0. ആ കറക്റ്റ് ഓർഡർ പിടിച്ചാൽ മതി. 0 ഡിഗ്രി 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി എന്ന് കാണിക്കുന്നു. റിവേഴ്സ് ഓർഡർ ഫസ്റ്റ് 0 അങ്ങനെ തന്നെ വരുന്നു. മനസ്സിലായോ അഭിനവ്? സാറ് ഒന്നുകൂടെ പറയോ? പറഞ്ഞുതരാം. ഇതൊരു ഷോർട്ട് കട്ടാണ്. അല്ലെങ്കിൽ ഇതൊക്കെ കാണാപ്പാടം പഠിക്കേണ്ടി വരും. കാണാപ്പാടം പഠിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. ഞാൻ വീണ്ടും പറയുന്നു, റൂട്ടിനകത്ത് 0, 1, 2, 3, 4/2 0 ഡിഗ്രി ഇത് 0. ഇത് കറക്റ്റ് ഓർഡർ എടുക്കുമ്പോൾ 0, 30, 45, 60, 90. 0/2 0/2 0 1/2 റൂട്ട് കിട്ടാ. റൂട്ട് 1/2 റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/2 റൂട്ട് 2/2 റൂട്ട് 2/2 റൂട്ട് 2/2 കാൽക്കുലേഷൻ അറിഞ്ഞിരിക്കണം. റൂട്ട് 2/2 1/√2. അടുത്ത് നോക്കൂ, റൂട്ട് 3/2 റൂട്ട് 4/2 റൂട്ട് 4 2/2 1. then here also 4, 3, 2, 1 0/2 റൂട്ട് 4 റിവേഴ്സ് ഓർഡറിൽ എടുക്കാം. റൂട്ട് 4 2/2 1 റൂട്ട് 3/2 ഇൻഡിവിജ്വലി ട്ടോ. റൂട്ട് 2/2 becomes റൂട്ട് 2/2 1/√2 റൂട്ട് 1 1/2 0/2 0. once again ഒരു നിവർത്തിയില്ല. ഈ ഷോർട്ട് കട്ട് മനസ്സിലാവുന്നില്ല. ഓക്കെ ഈ ഷോർട്ട് കട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ ഒന്നുകിൽ 10ാം ക്ലാസ്സിൽ പഠിച്ച പോലെ ട്രയാങ്കിൾ ഉപയോഗിച്ച് പഠിക്കാം, അല്ലെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കാം. നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടം. 0 ഇത്രേ പരിപാടിയുള്ളൂ. ന്യൂമറേറ്റർ റൂട്ടാണ്. റൂട്ട് 0, 1, 2, 3, 4 എന്ന് പറയുന്നത് 0 ഡിഗ്രി 30 ഡിഗ്രി 60 ഡിഗ്രി 0 ഡിഗ്രി 30 ഡിഗ്രി 45 ഡിഗ്രി ആ ഓർഡർ കീപ്പ് ചെയ്യാം. 0, 30, 45, 60, 90 ഇവരാണ് ഹെൽപ്പിംഗ് ആംഗിൾസ് എന്ന് പറയുന്നത്. അവരെ എടുക്കണം. 0, 30, 45, 60, 90 0, 30 ഡിഗ്രി 45 ഡിഗ്രി
60 ഡിഗ്രി 90 ഡിഗ്രി ഒരു പ്രയാസവുമില്ല. ഒരു റൂട്ട് അങ്ങ് വരച്ചു. 0 1 2 3 4 by 2. റൂട്ട് 0/2 0. റൂട്ട് 0/2 0. 1/2. റൂട്ട് 2/2 1/√2. റൂട്ട് 3/2. റൂട്ട് 4 2 2/2 2/2 1. റൂട്ട് 4/2 റൂട്ട് 4/2 റൂട്ട് 4 2 2/2 1. റൂട്ട് 3/2 റൂട്ട് 2/2 1/√2 1/2 റൂട്ട് 1 1 0/2 0. Clear? Yes, sir. Yes, sir. രാജകൃഷ്ണ മനസ്സിലായോ? രാജകൃഷ്ണ? Yes, sir. മനസ്സിലായി. യെസ്. ഇനി സൈൻ ബൈ കോസ് ആണ് മക്കളെ ടാൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ വേറെ ഷോർട്ട് കട്ടും കൂടി പഠിപ്പിക്കാം. അപ്പൊ കുറെ കൂടി മനസ്സിലാവും. സൈൻ 30 ഈക്വലന്റ് ആണ് കോസ് 16നോട്. സൈൻ 630 ടാൻ 45 സൈൻ 45 ഈക്വലന്റ് ആണെന്നൊക്കെ പഠിപ്പിക്കും. ഇവിടെ ടാൻ 0 സൈൻ ബൈ കോസ് 0/1 0 0/1 0 സൈൻ ബൈ കോസ് 1/2 by root 3/2 2 2 cancel 1/√3 tan 30 1/√2 by 1/√1 root 3/2 by 1/2 root 3. അടുത്തത് 1/0 1/0 does not exist. Infinity sin by cos 1/0 1/0 tan becomes sin by cos. Tan equal to sin by cos. Sin by cos 0/1 0. ഇനി cosec equal to 1/sin. Cosec equal to 1/sin. അപ്പോ ശ്രദ്ധിക്കാം, cosec 0 എന്ന് പറയുന്നത് അവിടെ cosec 0 അവിടെ cosec 0 1/sin 1/0 1/0 infinity cos 1/sec 1 tan 1/tan 1/tan cot എന്ന് പറയുന്നത് എന്താ നോക്ക്, cot ഇൻഫിനിറ്റി ആണ്. cot എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. കാരണം 1/tan എന്ന് പറയുന്നത് 0 ആണ്. 1/0 ഇൻഫിനിറ്റി. cosec അവിടെ വരുന്നത് sec വരുന്നത് 1/cos ആണ്. മറ്റേ ആൾ വരുന്നത് cosec sec cot വരുന്നത് 1/tan ആണ്. 1/tan ടാനിന്റെ അവിടെ 0 എന്നാണ് വരുന്നത്. 1/tan അവിടെ cot 1/tan ആണ്. ഇൻഫിനിറ്റി എന്ന് കിട്ടും. അടുത്ത് അവിടെ 30 ഡിഗ്രി 1/2 റെസിപ്രോക്കൽ വരുന്നത് 2 ആണ്. റൂട്ട് 3/2 റെസിപ്രോക്കൽ വരുന്നത് 2/√3 ആണ്. 2/√3 1/√3 റെസിപ്രോക്കൽ വരുന്നത് √3 ആണ്. ഇവിടെ വരുന്നത് 1/√2 √2 1 എന്ന് കിട്ടി. അവിടെ root 3/2 becomes 2/√3 and 1/2 √3 becomes 1/√3. √3 becomes 1/√3. അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി 1/√3. അടുത്ത് sin 91 ആണെങ്കിൽ 1/1 1/0 ഇൻഫിനിറ്റി അല്ലേ. കോസ് അവിടെ ഇൻഫിനിറ്റിയിലേക്ക് വരുന്നു. ഇൻഫിനിറ്റി ആണ് വരുന്നത്. അടുത്ത കോസ് ബൈ സൈൻ ആണ് കോട്ട് 0/1 0 എന്ന് കിട്ടി. കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈൻ എന്ന് കിട്ടി. 90 അവിടെ എഴുതാം. 90 സീക്കിന്റെ അവിടെ ഇൻഫിനിറ്റി ആണ് 1/cos 1/sin. നമ്മളുടെ എളുപ്പ വഴി എന്ന് പറയുന്നത് കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈനും ഉണ്ട് കേട്ടോ. കോസ് ബൈ സൈൻ 0/1 0 കോസ് ബൈ സൈൻ കൂടി ചേർക്കാം. അപ്പോ ഇത് നമുക്ക് ട്രയാങ്കിൾ വരച്ച് ഒന്ന് ചെയ്യാം, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ആ കാണിച്ച ഷോർട്ട് കട്ട് എടുക്കാം. പിന്നെ ഇതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ പടപെടാന്ന് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മള് എന്റെ ഷോർട്ട് കട്ട് ഇപ്പൊ പഠിക്കാൻ പോവാണ്. അപ്പോ sin 0 ആണെങ്കിൽ cosec 0 എന്ന് പറയുന്നത് 1/sin ഇൻഫിനിറ്റി ആണ്. അപ്പോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഒന്ന് എഴുതിയെടുത്തിട്ട് ഒന്ന് നോക്കാം കേട്ടോ. cosec ഇൻഫിനിറ്റി ആണ് 0-ല്, sec 1 ആണ്, കോട്ട് ഇൻഫിനിറ്റി ആണ്. അതുപോലെ cosec 2 ആണ്, sec 2/√3 ആണ്. 90ലേക്ക് കടക്കുമ്പോൾ cosec 90 1 തന്നെയാണ്.
സീക്ക് 90 ഇൻഫിനിറ്റിയിലേക്ക് പോയി കോട്ടിലേക്ക് കിടക്കുമ്പോൾ 0 ആണ്. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഈ റീഡിങ് അറിഞ്ഞിരിക്കണം. സാറേ കൊസീക്ക് 63 ആണ്. കൊസേക്ക് 60. ഇത് √3/2 ആണെങ്കിൽ അതിന്റെ തിരിച്ചെഴുതാം 2/√3. √3/2 ആണെങ്കിൽ 2/√3. അതിന്റെ റെസിപ്രോക്കൽസ് എടുത്താൽ മതി. റെസിപ്രോക്കൽസ് √3/2 1/2 √3 2/√3 2 1/√3. √3 എന്ന് പറയുമ്പോൾ 1/√3. ഓക്കെ. അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിനകത്ത് താല്പര്യമുള്ള ആളുകളുടെ ഉണ്ടായാൽ മതി. 0 1 2 3 4/2 4 3 2 1 0/2. വസുദേവ് ഇതിനു മുമ്പ് ഇത് കേട്ടിട്ടുണ്ടോ? വസുദേവ് സൈൻ കോസ് ടാൻ കേട്ടിട്ടുണ്ട്, ബാക്കി ഇല്ല. ആ ഷോർട്ട് കട്ട് ഒക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ല. ചിന്മയി കേട്ടിട്ടുണ്ടോ? ഇല്ല സാറേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ട് ട്ടാ. ശ്രദ്ധിക്കാം. ആ ഷോർട്ട് കട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോ ഞാൻ വേറൊരു കാര്യം കൂടി പറയാണ്, അതും മനസ്സിനകത്ത് ഉണ്ടായിക്കോളണം. ശ്രദ്ധിക്കാട്ടോ. ഇങ്ങനെ കുറച്ച് ബോക്സ് വരയ്ക്കാണ്. sin 0 0 ആയിരിക്കും, cos 0 1 ആണ്. ഇത് എപ്പോഴും മനസ്സിലുണ്ടാവും. sin 0 0 cos 0 1 ആണ്. sin by cos എന്ന് പറഞ്ഞാൽ tan 0 0 ആണ്. അതുപോലെ sin 90 1 ആണ്, cos 90 0 ആണ്. sin 90 1 ആണ്, cos 90 0 ആണ്. ഇത് മാറ്റാണ്. ശ്രദ്ധിക്കാം. അടുത്തത് വരുന്നത് sin 45 π/4 cos π/4 tan π/4. ഈ ഫാമിലി എപ്പോഴും ഓർമ്മയിലുണ്ടാവും. 1/√2 1/√2 1/9. ഈ കുടുംബം എപ്പോഴും ഓർമ്മയിലുണ്ടാവും. അടുത്തത് കഴിഞ്ഞില്ലേ? നിങ്ങളുടെ എഴുതി കഴിഞ്ഞറിഞ്ഞില്ലേ? ബോക്സ് എഴുതിയെടുത്തില്ലേ? ശ്രദ്ധിക്കാം. ഇവിടെ ഒന്ന് എഴുതാണ്. tan 60 tan π/3 √3 ആണ്. tan 30 1/√3 ആണ്. ചേട്ടനും അനിയനുമാണെന്ന് കരുതിയാൽ മതി. ഇത് tan 60 tan 30. tan 60 √3 30. tan 60 ചേട്ടൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് √3 നിൽക്കുമ്പോ അനിയൻ അതിന്റെ റെസിപ്രോക്കലായി 1/√3 ഇതൊക്കെ പെടപെടാന്ന് പറയാൻ പറ്റും കേട്ടോ. sin 0 cos 0 sin 90 cos 90 sin π/4 cos π/4 tan π/4 tan π/3 tan π/6 30 60. ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആ ഡിഗ്രിയിൽ പറയാം. റേഡിയനിൽ തന്നെ പഠിക്കണമെന്നില്ല. 30 60 അങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ റേഡിയനിൽ പഠിച്ചോ, നിങ്ങളുടെ ഇഷ്ടം. അടുത്ത sin 30 cos 60 sin 30 π/6 cos 60 cos π/3 ഈക്വൽ ആയിരിക്കും 1/2 1/2. sin 30 cos 60 തുല്യമായിരിക്കും. sin 30 cos 60 തുല്യമായിരിക്കും എന്നത്. sin 60 ഈക്വൽ ആണ് cos 30 തുല്യമാണ്. sin 60 cos 30 sin 30 cos 60 എന്ന് പറഞ്ഞു. ഇനി sin 60 180/√3/2 cos 30 π/6 cos 30 √3/2. ഇതൊക്കെ ഇങ്ങനെ പഠിക്കണം. ഇങ്ങനെ പഠിക്കാൻ പ്രയാസമാണെങ്കിൽ ഒരു രക്ഷയില്ലാട്ടോ. sin π/3 പ്രയാസമാണ്. sin 60 എന്ന് പഠിച്ച് മനസ്സിലാക്കിക്കോ. എന്നിട്ട് പതുക്കെ എഴുതി വെച്ചാൽ മതി. മനസ്സിൽ പെട്ടെന്ന് പറയാൻ പറ്റണം. sin 0 0 ആണെങ്കിൽ cos 0 1 ആയിരിക്കും. sin 90 1 ആകുമ്പോൾ cos 0 0 ആണ്. sin 45 ഡിഗ്രി 1/√2 ആകുമ്പോൾ cos 45 ഡിഗ്രി 1/√2 ആണ്. tan 45 ഡിഗ്രി 1 ആണ്. sin 30 cos 60 തുല്യമാണ് 1/2 1/2. sin 30 cos 60 1/2 1/2. sin 60 cos 30 തുല്യമാണ് √3/2 ആണ്.
റൂട്ട് 3/2 ആണ്. ടാൻ 60 ടാൻ 30 തമ്മിലുള്ള ഏറ്റവും പ്രാധാന്യം നൽകുന്ന പ്രത്യേകത ടാൻ 60 റൂട്ട് 3. അയാളുടെ നേരെ ഓപ്പോസിറ്റ് ആണ് അയാളുടെ അനിയൻ ടാൻ 30 1/√3. അപ്പൊ ടാൻ 60 അങ്ങ് സ്ട്രോങ് ആയി പഠിച്ചേക്കാം. ടാൻ 60 റൂട്ട് 3 ആണെങ്കിൽ ടാൻ 30 ഒരു സംശയവും വേണ്ട, ടാൻ 30 1/√3 എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് സാധ്യമാകണം. അപ്പൊ ഇതാണ് ഇതിന്റെ മറ്റൊരു എടുത്തു പറയേണ്ട വസ്തുത. sin 0 0 cos 0 1 sin 91 cos 90 sin 45 1/√2 cos 45 1/√2 tan 45 1 ആണ്. അവിടെ പറയുന്നു ടാൻ 60 റൂട്ട് 3 ആണെങ്കിൽ ടാൻ 30 1/√3 ആണ്. സൈൻ 30 cos 60 തുല്യമാണ് 1/2. സൈൻ 60 cos 30 തുല്യമാണ് √3/2. ഏതുറക്കത്തിലും നിങ്ങൾക്ക് പറയാൻ സാധ്യമാകണം സൈൻ 0യും കോസ് 0യും സൈൻ 0 0 കോസ് 0 1 തുല്യമല്ല. സൈൻ 0 0 ആണെങ്കിൽ കോസ് 0 1 ആണ്. സൈൻ 5/2 1 ആണെങ്കിൽ കോസ് 5/2 0 ആണ്. സൈൻ 45 1/√2 ആണെങ്കിൽ കോസ് 45 1/√2. ടാൻ 45 1 ആണ്. അവിടെ ടാൻ 60 റൂട്ട് 3 ആണെങ്കിൽ ടാൻ 30 1/√2 ആണ്. സൈൻ 30 1/2 ആണെങ്കിൽ കോസ് 60 1/2 ആണ്. സൈൻ എന്താണ് പ്രശ്നം? ആതിര ഓണായി പോയതാണ് സാറേ. സൈൻ 5/3 റൂട്ട് 3/2 ആണെങ്കിൽ കോസ് 5/6 റൂട്ട് 3/2 ആണ്. അപ്പൊ മനസ്സിൽ ഒരു മനുഷ്യന് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് പെട്ടെന്ന് പറയാനായിട്ട് നമുക്ക് ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും ഉചിതം. സൈൻ 0 0 കോസ് 0 1 സൈൻ 90 1 കോസ് 90 1 സൈൻ 45 ഡിഗ്രി 1/√2. ആ 45 റേഡിയനിലേക്ക് മാറ്റുവാനുള്ള അറിവ് നിങ്ങൾ നേടിയെടുത്താൽ മതി. സൈൻ 45 ഡിഗ്രി 1/√2 കോസ് 45 ഡിഗ്രി 1/√2 ടാൻ 45 ഡിഗ്രി 1 ആണ്. ടാൻ 60 ഡിഗ്രി റൂട്ട് 3 ആണെങ്കിൽ ടാൻ 30 ഡിഗ്രി 1/√3 ആണ്. സൈൻ 30 സൈൻ 30 ഡിഗ്രി കോസ് 60 ഡിഗ്രി സെയിം. സൈൻ 30 കോസ് 60 തുല്യം 1/2. സൈൻ 60 കോസ് 30 തുല്യം √3/2. ഓക്കെ. യെസ് സർ. ഉഷാറായിട്ട് അടുത്ത മാത്തമാറ്റിക്സിന്റെ ക്ലാസ്സിലേക്ക് റെഡി ആവാട്ടത്. ഓക്കെ. മാത്തമാറ്റിക്സിലേക്ക് ഈ റീഡിങ് പഠിച്ച് ഭംഗിയായി വരിക എല്ലാവരും. അപ്പൊ അതുവരെ നമുക്ക് പിന്നെ കാണാം. അപ്പൊ എല്ലാവരും നന്നായി പഠിച്ചു വരും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.